السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. ധന്യമായ നമ്മുടെ വേദിയിലെ അധ്യക്ഷൻ അഭിനന്ദനായ ഹൈദർ ഫൈദി അവറുകളെ, ഈ മഹത്തായ പരിപാടിയിൽ പ്രൗഢമായി വിഷയം അവതരിപ്പിച്ച അഭിനന്ദനായ അബൂബക്കർ ദാരിമി, ഈ അനുഗ്രഹീതമായ സദസ്സിലൊത്തുകൂടിയിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പണ്ഡിത നേതാക്കൾ, യുവപ്രവർത്തകർ, സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പ്രതികൂല കാലാവസ്ഥയിലും വളരെ മനോഹരമായ ഒരു മണ്ഡലം സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിൽ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മൾ നിർവഹിച്ച ഈ പ്രവർത്തനം കബൂൽ ചെയ്യുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ പൂർവ്വകാലത്ത് നയിച്ച മഹാത്മാക്കളെപ്പോലെ ഈ സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം അവരുടെ ചുവടൊപ്പിച്ചുകൊണ്ട് നടത്തുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, നമ്മുടെ പ്രാസ്ഥാനിക നേതാക്കൾ, നമുക്ക് ബന്ധപ്പെട്ട എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി സൂചിപ്പിക്കപ്പെട്ട ഒരു വേദിയിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഒരു സമാപന പ്രസംഗം എന്ന രീതിയിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പണം ചെയ്യലാണ് എന്റെ കടമ. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ എന്തുകൊണ്ടും അവർ ഭാഗ്യവാന്മാരാണ് എന്ന് തീർച്ചയായും നമ്മൾ സമ്മതിക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്തിന്റെ മറ്റിതര മേഖലകളിലെ മുസ്ലിങ്ങൾക്കില്ലാത്ത വിധം ഇസ്ലാമികമായൊരു ചൈതന്യവും കെട്ടുറപ്പും പടച്ചറപ്പ് നമുക്ക് തന്നു എന്നത് ഒരിക്കലും മറച്ചുവെക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. കേരളത്തിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ പ്രദേശത്ത് പോലും അവർക്ക് നേടാൻ കഴിയാത്തത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്തു എന്നത് ഏതൊരു അന്വേഷകനും ശരിക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം പോലെ ചരിത്രത്തിലും വർത്തമാനത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ നയിക്കാൻ യോഗ്യരായ പണ്ഡിതന്മാർ, അവരെ നേതൃത്വം കൊടുക്കാൻ യോഗ്യരായ ഉമറാക്കൾ എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു ഇസ്ലാമിക ചൈതന്യം സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിന്റെ വളരെ വ്യക്തമായൊരു കാരണം ഒരു കൂട്ടായ്മയോ കേരളീയ മുസ്ലിം പണ്ഡിത സമൂഹം ചെയ്ത നേതൃപരമായ പങ്കോ നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൈരന്തര്യമാണ് പ്രവർത്തനത്തിന്റെ. സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ പ്രവർത്തകർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ പ്രവർത്തനങ്ങളുടെയും ചാലക ശക്തികളായി നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ ഈ സമ്മേളനം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ മറ്റുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള വിപുലമായ പ്രാസ്ഥാനിക ബന്ധങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയായി സദാസമയവും ദീനീ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തത് എങ്ങനെ എന്ന് പരിശോധിക്കണം നമ്മൾ. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധമുള്ള ഈ ചൈതന്യധന്യമായ അന്തരീക്ഷം എന്തുകൊണ്ട് നമുക്ക് ലഭ്യമായി? അവിടെയാണ് നമ്മൾ തിരിച്ചറിവിന് വിധേയമാകേണ്ടത്. ആലിമീങ്ങളെ ബഹുമാനിക്കുവാനും ഇൽമിനെ സ്നേഹിക്കുവാനും ഒരു സമൂഹം ഇവിടെ തയ്യാറായി. അതിന്റെ ചാലക ശക്തി എന്ന് പറയുന്നത് ആലിമീങ്ങൾ ഇറങ്ങി വന്നുകൊണ്ട് സാധാരണക്കാർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പെടാണ്. പള്ളി ദർസിന്റെ ഒരു പശ്ചാത്തലം, മഹാന്മാരായ പണ്ഡിതന്മാരുടെ മഹനീയമായ സാന്നിധ്യവും ഉപദേശവും അതൊക്കെ ഇതിൽ വളരെ ഗൗരവമുള്ള ഘടകങ്ങളാണ്. മറ്റു പ്രദേശങ്ങളിൽ ഇല്ലാത്ത വിധം പള്ളി ദർസുകൾക്ക് പ്രാധാന്യം കൊടുത്ത മണ്ണാണ് നമ്മുടെ കേരളം. ഇസ്ലാമിന്റെ പ്രഭവ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പഠിപ്പിച്ച മദീനത്തെ പള്ളിയിലെ അതേ പാരമ്പര്യം ഈ കേരളക്കരയിലെ മറ്റു പ്രദേശങ്ങളിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സൃഷ്ടിച്ചെടുത്തു. പഴയ ചരിത്രകാരന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന 1887 സർ വില്യം ലോഗൻ വന്നപ്പോൾ മലബാർ മാനുവൽ തയ്യാറാക്കിയപ്പോൾ ലോകം പറഞ്ഞു, പൊന്നാനി പരിസര പ്രദേശത്തെ മുസ്ലിം സമൂഹത്തിന്റെ ചൈതന്യത്തെ ഞാൻ ദർശിച്ചു, 27 പള്ളി ദർസുകൾ ഞാൻ കണ്ടു. ലോകന്റെ മലബാർ മാനുവലുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ പല മേഖലകളിലും കാദിയായി സേവനമനുഷ്ഠിച്ചിരുന്നു ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയുടെ ഒരു ചരിത്രഗ്രന്ഥമുണ്ട്, തുഹ്ഫത്തുൻ നുള്ളാർ.
ഫി ഒറായിബിൽ അംസാരി അജായിബിൽ അസ്ഫാർ എന്ന് പറയുന്ന ഒരു കൊച്ചുകൃതി. ആ കൃതിയിൽ അദ്ദേഹം മനോഹരമായി പറഞ്ഞിട്ടുണ്ട്, മാടായിപ്പള്ളിയിലെ ദർസ് ഞാൻ കണ്ടു, മംഗലാപുരത്ത് ദർസ് കണ്ടു, കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു, കൗതുകകരമായ അനുഭവമുണ്ടായി. പള്ളി ദർസിന്റെ പ്രൗഢമായ പാരമ്പര്യത്തെ പഴയ കാലത്തെ ചരിത്രകാരന്മാരൊക്കെ വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദർസ് പൊന്നാനിയിലെ ദർസായിരുന്നു. ആ ദർസി പാരമ്പര്യത്തിലൂടെയാണ് നമുക്കൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ബാലപാഠം കിട്ടിയത് എന്ന് ചരിത്രം പറയുന്നു. ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ നമുക്ക് ഈ പരിശുദ്ധ ദീൻ ലഭ്യമായതിന്റെ ഒരു അടിത്തറയാണ്. നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞ പോലെ നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു പൈതൃകമുണ്ട്, നമുക്കൊരു തറവാടിത്തമുണ്ട്. സാത്വികരുടെ ഒരു വഴിയടയാളത്തിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദീൻ ഇവിടെ വന്നതിന് സാത്വികരുടെ ഒരു പാരമ്പര്യത്തിന്റെ പാതയുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടത്തിയത് പൂർവ്വകാലത്തെ മഹത്തുക്കളായ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന സ്വഹാബത്താണ്. നമ്മൾ പലപ്പോഴും എഴുതാറുണ്ട്, പറയാറുണ്ട്, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു സംഘവുമാണ് ദീൻ പ്രചരിപ്പിച്ചത് എന്ന്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചതിന്റെ തുടക്കക്കാർ അവരാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് 100% തെറ്റാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കേരളത്തിലേക്ക് ദീൻ ആദ്യമായി കൊണ്ടുവന്നവരല്ല. അതിന്റെ എത്രയോ മുമ്പ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ദീനീ പ്രബോധനം ഇവിടെ മനോഹരമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വ്യാപകമായ ഒരു പ്രചരണം ഇവർ വന്നപ്പോഴാണ് നിർവഹിക്കപ്പെട്ടത്. അവരതിന്റെ പ്രായോഗിക സമീപനങ്ങളൊക്കെ സ്വീകരിച്ചു. പശ്ചാത്തലമാർക്ക് അനുകൂലമായിരുന്നു. 10 പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് 10 പള്ളികളിൽ കാളിമാരെ നിയമിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് അവർ ആദ്യം തുടക്കം കുറിച്ചത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിരുന്നു അവർ നിർമ്മിച്ച ചാലിയത്തെ പള്ളി. അത് കോഴിക്കോടിന്റെ ഒരു കേന്ദ്രമാണ്. പിന്നീട് കോഴിക്കോടാണ് കേരള മുസ്ലിങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനമായത്. അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കേരളത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ദീൻ പ്രചരിപ്പിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തത് ഈ ചാലിയത്താണ്. കൊടുങ്ങല്ലൂരിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇസ്ലാമിക പ്രബോധന പശ്ചാത്തലം ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതിന്റെ താത്വിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവര് നേരെ ബാണപ്പെരുമാളുടെ യാത്ര, ചരിത്രത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വ്യത്യസ്ത ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് ക്രോഡീകരിച്ചു നോക്കുമ്പോൾ ബാണപ്പെരുമാൾ യാത്ര പോയത് കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരിട്ടല്ല. അദ്ദേഹം നേരെ ധർമ്മടത്ത് പോയി ശ്രീദേവിയുമായി പെങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി പെങ്ങളുടെ മകൻ അനന്തരവൻ അയാളെയും കൊണ്ട് നേരിട്ട് ബേപ്പൂരിൽ വന്ന് ബേപ്പൂരിൽ നിന്നാണ് കപ്പൽ കയറി പോകുന്നത്. ബേപ്പൂരിൽ നിന്ന് ഞാൻ ഈ പശ്ചാത്തലം വിശദീകരിക്കുന്നതിന്റെ ആശയം നിങ്ങൾക്ക് പിന്നീട് ബോധ്യമാകും. എന്തുകൊണ്ട് ചാലിയം മുന്നിട്ട് നിന്നു കോഴിക്കോട് മുസ്ലിങ്ങളുടെ കേന്ദ്രമായി? ആ ചോദ്യത്തിന് ചരിത്രം നൽകുന്നൊരു മറുപടി. ഇവിടെ നിന്നും അദ്ദേഹം ബേപ്പൂരിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സാമന്തന്മാരിൽപ്പെട്ട പ്രമുഖരായ 4 കുടുംബക്കാർ, 4 ഇല്ലത്തിലെ പ്രമുഖരായ 4 ഇല്ലത്തെ കാരണവന്മാർ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അവർ മുസ്ലിങ്ങളായി തിരിച്ചു വന്നു. ഒരു പ്രദേശത്തെ 4 തറവാട്ട് കാരണവന്മാർ മുസ്ലിങ്ങളായി തിരിച്ചു വന്നപ്പോൾ അവരുടെ കുടുംബം മുഴുക്ക മുസ്ലിങ്ങളായി. അവർ പണക്കാരാണ്, സ്വാധീനമുള്ളവരാണ്, രാജാവിന്റെ സാമന്തന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലം മുഴുവൻ ഇസ്ലാമിന് അനുകൂലമായി. അതുകൊണ്ടാണ് ചാലിയത്ത് കൂടുതൽ മുസ്ലിങ്ങൾ പ്രൗഢപ്രതാപികളായി ജീവിച്ചതും അവിടെ വലിയ കാന്തി കുടുംബം രൂപപ്പെട്ടതും കേരളത്തിന്റെ തലസ്ഥാനമായി മുസ്ലിങ്ങൾ കോഴിക്കോടിനെ കണ്ടതും. ഇന്നും മുസ്ലിം തലസ്ഥാനം കോഴിക്കോടാണ്. കോഴിക്കോട്ടെ കാന്തി മാസം ഉറപ്പിച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം കേരളത്തിൽ രൂപപ്പെട്ടു വന്നത് അങ്ങനെയാണ്. ഞാനീ പറഞ്ഞ വസ്തുത വളരെ വ്യക്തമായി ചരിത്രം പരിധിയാ ബോധ്യപ്പെടും. ചരിത്ര പുസ്തകത്തിൽ നിന്നും അത് ക്രോഡീകരിച്ചു ചേർത്തുകൊണ്ട് ഡോക്ടർ സി കെ കരീം സാറിന്റെ ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിംസിന്റെ 1ാം വാള്യത്തിൽ സ്റ്റാറ്റിക്സ് ആൻഡ് ഡയറക്ടറി ചരിത്രം പഠിക്കുന്ന കുട്ടികൾ പഠിച്ചാൽ ചാലിയത്തെ 4 തറവാട്ടുകാരുടെ പേര്, അമുസ്ലിം തറവാടിന്റെ പേര്, ആ 4 തറവാട്ടിലെ കാരണവന്മാരുടെ പേര്, അവർ മുസ്ലിമായി വന്നപ്പോൾ അവർക്കിട്ട പുതിയ പേര് ഒക്കെ ഡോക്ടർ സി കെ കരീം സാർ തന്റെ ഡയറക്ടറിയുടെ 1ാം വാള്യത്തിൽ ശരിക്കും പരാമർശിച്ചു. അതാണ് മുസ്ലിങ്ങൾ അവിടെ കൂടുതൽ ശക്തിപ്പെട്ടു വരാൻ കാരണം. അവിടെ നിർമ്മിച്ച പള്ളിയിൽ കാളിയായി നിയമിച്ചത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ആരാ സൈനുദ്ദീൻ മദനി? സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത് മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കിടാവാണ്. മാലിക് ഇബ്നു ഹബീബ് തങ്ങളുടെ പേരക്കിടാവിനെ കാളിയാക്കി അദ്ദേഹമാണ് അവിടെ കാളിയായി പ്രവർത്തനം ആരംഭിച്ചത്. ആ കാളി ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ദീൻ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കാളി പരമ്പരയിൽ പ്രോജ്വലരായ ഒരുപാട് കാളിമാര് വന്നു. ആ പരമ്പര പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇന്നത്തെ കോഴിക്കോട് കാളിമാർ 2 ഉണ്ടെങ്കിൽ അത് ശരിക്കും പരമ്പര പരതിയാൽ 1 ആ പരമ്പര മുകളിലേക്ക് പോയാൽ തലപ്പത്തുള്ള ആൾ സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹു. ആ കുടുംബത്തിലെ ഏറ്റവും പ്രഗത്ഭനായി ചരിത്രം രേഖപ്പെടുത്തിയ കാളിയാണ് ബഹുമാനപ്പെട്ട കാളി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹമാണ് മുഹിദ്ദീന്മാരുടെ കർത്താവ്. അദ്ദേഹം ഒരുപാട് തസ്നീഫാത്തിന്റെ ഉടമയാണ്.
അദ്ദേഹത്തിന്റെ കൊച്ചു കൊച്ചു കൃതികൾ മുന്തഖബാത്തുൽ ഫറായിദ് പോലെ, ഇലാകം അയ്യുഹൽ ഇഖ്വാൻ പോലെ, ദുർറത്തുൽ ഫസീഹ ഫിൽ വഅദി വൻ നസീഹ പോലെ ഒരുപാട് ചരിത്രകൃതികൾ ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. വലിയ പണ്ഡിതനും ചിന്തകനും ബുദ്ധിജീവിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കേരളം ആദരിച്ചു. മുഹീദ്ദീന്മാരുടെ കർത്താവ് എന്ന രീതിയിൽ വലിയ ആലിമായിരുന്നു. അതേപോലെ ആ പള്ളി ദർസിന് നേതൃത്വം കൊടുത്തിരുന്ന അതേ പാരമ്പര്യം നിലനിർത്തി അവിടുത്തെ ഖാദിമാരൊക്കെ, അവർക്കൊക്കെ ദർസുണ്ടായില്ലേ. ഒരു പ്രധാനപ്പെട്ട ദർസ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കുള്ള ദർസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, വ്യാപകമായ ദർസ് എന്ന് പറഞ്ഞുകൂടാ. തേടിച്ചെല്ലുന്ന ആളുകൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദർസ് അന്നുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആ ഖാദി കുടുംബത്തിലെ മറ്റൊരു പ്രമുഖ പണ്ഡിതനായിരുന്നു കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി ഖാദി. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ദർസിലാണ് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ പഠിച്ചിട്ട് വലിയൊരു മാപ്പിള കവിയായി രൂപപ്പെട്ടു വന്നു. ഉഹുദ് പടപ്പാട്ടൊന്ന് പാടി നോക്കിയാൽ അതിന്റെ 3-ാമത്തെ ഇശലിൽ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മോയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട് അബൂബക്കർ കുഞ്ഞി ഖാദിയെ കുറിച്ച്, തനിക്ക് ഈ ഉഹുദ് പടപ്പാട്ട് പഠിപ്പിച്ച് അത് ശരിക്ക് പാടാനും അത് ജനങ്ങൾക്ക് എഴുതി രേഖപ്പെടുത്തി കൊടുക്കാനും എന്നെ സജ്ജനാക്കിയത് അദ്ദേഹമാണെന്ന് മോയിൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കവികളെ സൃഷ്ടിക്കുന്ന, കവിതാ രചന സൃഷ്ടിക്കുന്ന, വലിയ വലിയ ചിന്തകന്മാരെ, ബുദ്ധിജീവികളെ സൃഷ്ടിക്കുന്ന, വലിയ വലിയ പള്ളി ദർശന നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങൾ കോഴിക്കോട്ടുണ്ടായിരുന്നു. ഖാദി മുഹമ്മദ് അബ്ദുൽ അസീസിന്റെ മൊഹിദ്ദീൻ ചെറുതാണോ? മോയിൻകുട്ടി വൈദ്യർ എന്ന വ്യക്തി രൂപപ്പെട്ടു വന്നത് ചെറുതാണോ? ചരിത്രത്തിന്റെ പാരമ്പര്യം പരിശോധിക്കണം നമ്മൾ. ആ ഖാദി കുടുംബത്തിലെ മറ്റൊരു പ്രോജ്വല തേജസ്സാണ് ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റമദാൻ ഷാലിയാത്തി റഹ്മഹുല്ലാ. അദ്ദേഹത്തിന്റെ പള്ളി ദർസിലേക്ക് കിതാബോധി പഠിക്കാൻ പോയ കുട്ടിയാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. ആ ദർസിൽ പഠിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം അസ്ഹറിലേക്ക് പോകുന്നത്. അവിടുന്നാണ് പിന്നെ അദ്ദേഹം ദീൻ പഠിച്ചുകൊണ്ട് അസ്ഹറിൽ പഠിച്ചിട്ട് ശരിക്കൊരു സിലബസ് കൊണ്ട് ആദ്യം മക്കത്ത് പോയി, അവിടുന്ന് ഇൽമ പഠിച്ച് പിന്നെ ജാമിഉൽ അസ്ഹറിൽ പോയി. കേരളത്തിൽ നിന്ന് ആദ്യമായി വിദേശത്ത് പോയി ഇൽമ പഠിച്ച് ബിരുദം നേടി വരുന്ന മനുഷ്യൻ അദ്ദേഹമാണ്. അദ്ദേഹം നേരെ വന്നു, നല്ല മനോഹരമായ ദർസ് ആരംഭിച്ചു പൊന്നാനിയിൽ. ആ ദർസ് പൊന്നാനിയിൽ ആരംഭിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പൊന്നാനിയെ പ്രസിദ്ധമാക്കിയെടുത്തത്. അങ്ങനെയാണ് പൊന്നാനി മലബാറിന്റെ മക്കയായത്. വിദേശ സിലബസ് അനുസരിച്ചുകൊണ്ട് ഇവിടെ ഒരു ദർസ് വന്നപ്പോൾ ജനങ്ങളൊക്കെ പൊന്നാനിലേക്ക് ആകൃഷ്ടരായി. പൊന്നാനിയിലെ ദർസ് തികച്ചും ജനകീയമായി. കോഴിക്കോട്ടെ ദർസ് അതിനേക്കാൾ കുറച്ച് ഉയർന്ന ടൈപ്പായിരുന്നു. പൊന്നാനിയിലെ ദർസ് ആർക്കും ചെന്ന് ചേർന്ന് പഠിക്കാവുന്ന ഒരു വ്യാപകമായ പ്രബോധനത്തിന്റെ സ്വഭാവമുള്ള ദർസായിരുന്നു. അതുകൊണ്ട് പൊന്നാനി ദർസിലേക്ക് ജനങ്ങൾ ഒഴുകി. പൊന്നാനി ഇൽമിന്റെ കേന്ദ്രമായി കോഴിക്കോടിന്റെ പ്രതാപം മങ്ങുകയും ഇൽമി രംഗത്ത് മഖ്ദൂമിന്റെ ഈ സിലബസും പ്രവർത്തനങ്ങളും പൊന്നാനിയെ പ്രസിദ്ധമാക്കുകയും ചെയ്തു. രണ്ടാമത്തെ മഖ്ദൂമിന്റെ കാലഘട്ടം വന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും പൊന്നാനി തിളങ്ങി നിന്നു. ദർസൊന്നുകൂടി വിപുലമായി. അവിടെ വിളക്കത്ത് അൽ ഇൽമു നൂറുൻ എന്ന സൈദ്ധാന്തിക ദർശനമനുസരിച്ചുകൊണ്ട് വിളക്കത്ത് വെച്ച് പ്രഭ കൊടുത്തുകൊണ്ട്, ദീനിന്റെ പ്രഭ കൊടുത്തുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പ്രചരിപ്പിച്ചു എല്ലാ സ്ഥലത്തേക്ക്. അവർ ഗ്രാമങ്ങളിൽ ചെന്ന് പരിശുദ്ധ ദീൻ പ്രചരിപ്പിച്ചു. നമ്മുടെ നാട്ടിലേക്കൊക്കെ പരിശുദ്ധ ദീനെത്തിയത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ മുഴുവൻ ദീനുണ്ടായത് അങ്ങനെയാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഇൽമ പരിശോധിച്ചാൽ, ഗുരുവിന്റെ പരമ്പര പരിശോധിച്ചാൽ നേരെ ചെന്നെത്തും പൊന്നാനിലെ മഖ്ദൂമിന്റെ വിളക്കത്ത്. അവിടുന്ന് നേരെ പോകും 1-ാം മഖ്ദൂമിലൂടെ കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് ഖാദി കുടുംബത്തിലൂടെ നേരെ മേലോട്ട് ചെന്ന് സൈനുദ്ദീൻ മദനി തങ്ങളിലെത്തും. അതിലൂടെ നേരെ പോകും മാലിക് ബിൻ ഹബീബിലൂടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. നമുക്ക് കിട്ടിയ ദീനിനൊരു താവഴിയുണ്ട് എന്നർത്ഥം. നമുക്ക് കിട്ടിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലൂടെ കിട്ടിയ പരിശുദ്ധ ദീനാ നമ്മുടെ കയ്യിലുള്ളത്. ആ ദീൻ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനസമൂഹത്തിന് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലല്ലോ. അന്നത്തെ ജനസമൂഹം മഖ്ദൂമിന്റെ തരിത്തത്തിലുണ്ട്. മഖ്ദൂമിന്റെ പള്ളി ദർസിൽ കുട്ടികൾ മരിച്ച വീട്ടിലേക്ക് ഓതാൻ പോകും. മഖ്ദൂം തന്നെ മൗലിദ് ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്തല്ലോ. മൗലിദ് ഓതാൻ മഖ്ദൂം പഠിപ്പിച്ചു. ജനങ്ങൾക്ക് മൗലിദ് ഓതാൻ സൗകര്യം ചെയ്തു കൊടുത്തു. മഖ്ദൂമിന്റെ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് നടത്തി. ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അക്കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം മുഴുവൻ കേരളത്തിൽ നിറഞ്ഞു നിന്നു. മൗലിദ് ഉണ്ടായിരുന്നു, റാത്തീബ് ഉണ്ടായിരുന്നു, ഹദ്ദാദ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. മൗലിദുകൾ രചിക്കപ്പെട്ടു. പുതിയത് ഇവിടെ ചില മൗലിദുകൾ ക്രോഡീകരിച്ച് ചെറുതാക്കി. റാത്തീബുകളും ഹദ്ദാദുകളും ക്രോഡീകരിക്കപ്പെട്ടു. ജനസമൂഹം ശരിക്കും മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നത് മുതൽ ഓരോ ആത്മീയ കാര്യങ്ങളിലും വ്യാപൃതരായി. പഴയ കാലഘട്ടത്തിന് ഈ ആചാരങ്ങൾ ആരും ചോദ്യം ചെയ്തില്ല. ഒരു വേള നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 2-ാമത്തെ മഖ്ദൂം ലോകത്തോട് വിട പറഞ്ഞത് ഹിജ്റ 991-ലാണ്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത് 920-ലാണ്. ഈ കാലഘട്ടം ശരിക്കും പരിശോധിച്ചാൽ ഹിജ്റ വർഷവും അതുപോലെ തന്നെ ക്രൈസ്തവ വർഷവും നമ്മൾ കൂട്ടിച്ചേർത്ത് ശരിക്കും കണക്ക് പരിശോധിച്ചാൽ ചുരുങ്ങിയത് ഒരു 350 കൊല്ലം. 2-ാമത്തെ മഖ്ദൂം മരിച്ചിട്ട് ഒരു 350 കൊല്ലം, 3.5 നൂറ്റാണ്ട് ചെറിയ കാലമല്ല. ഇനി ആറ്റിക്കുറുക്കി ഒക്കെ ഒഴിവാക്കിയാലും 3 നൂറ്റാണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ചരിത്രകാരനും തർക്കിച്ചാൽ വിജയിക്കൂല. 2-ാമത്തെ മഖ്ദൂം മരിച്ചിട്ട് 3 നൂറ്റാണ്ട് 300 കൊല്ലം.
കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഒരു വിഷയത്തിലും കേരളത്തിലെ മുസ്ലിങ്ങൾ തർക്കിച്ചിട്ടില്ല. പിന്നെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു പൊന്നാനി കൊണ്ടോട്ടി കൈത്തർക്കം കാണുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. വേറെ ഒരു വിഷയത്തിലും മുസ്ലിങ്ങൾ തർക്കിച്ചിട്ടില്ല. മൗലിദ് എന്ന വിഷയത്തിൽ തർക്കമില്ല, മാല പാടുന്ന വിഷയത്തിൽ തർക്കമില്ല, ഓത്തുൽ ആദമിനെ വിളിക്കുന്ന വിഷയത്തിൽ അവർക്ക് തർക്കമില്ല. ഈ സമൂഹത്തിൽ സൈദ്ധാന്തികമായി എന്തൊക്കെ പൂർവികർ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ അവരെ മുന്നോട്ട് പോയി. എന്നാൽ 920 വന്നപ്പോഴേക്കും കുഴപ്പം തുടങ്ങി. 920 മുതൽ ഈ സമൂഹത്തിൽ പുതിയ ചിന്താഗതികൾ കടന്നു വന്നുകൊണ്ട് പഴയ കാലടിപ്പാടുകളെ തുടച്ചു നീക്കാൻ തുടങ്ങി. യാതൊരു തരത്തിലും ദീനുമായി ബന്ധമില്ലാത്ത പ്രവർത്തനമാണ് മക്ബറ സിയാറത്ത്, അതുപോലെ തന്നെ മഹാന്മാരുടെ ജാലം കെട്ടിപ്പൊക്കൽ ഒക്കെ ഇവിടെ സൂചിപ്പിച്ചത്. ആദരവുകളെ മുഴുവൻ തിരസ്കരിക്കുന്ന ഒരു സമീപനം അവർ കൊണ്ടുവന്നു. അതിന് നമുക്ക് മേൽ അവർ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മേൽ ഇറങ്ങിയ ആയത്തുകൾ മുഴുവൻ കൊണ്ടുപോയി ഉദ്ധരിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യദ്ഹബൂന ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് മേൽ ഇറങ്ങിയ ആയത്തുകൾ തേടി അവർ പോകും. വയഹ്മിലൂനഹാ അലൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളുടെ മേൽ അവർ ചുമത്തും. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മേൽ ഇറങ്ങിയ ആയത്തുകൾ അവർ തേടിപ്പോവുകയും ആ ആയത്തുകൾ മുസ്ലിങ്ങൾക്ക് മേൽ ചുമത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മളെ മുഴുവൻ അവർ മുശ്രിക്കീങ്ങളാക്കി, എല്ലാവരെയും മുശ്രിക്കീങ്ങളാക്കി. ഈ സമൂഹത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപപ്പെട്ടു വന്നതിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. ഈ ജംഇയ്യത്തുൽ ഉലമ എന്ന വലിയ ഒരു വൃത്തം നമുക്ക് മഹാന്മാർ വരച്ചു തന്നത് എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക് എന്ന ദോഷം ചെയ്യുന്നവരാണ് നമ്മളൊക്കെ, തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു പരത്തി നമ്മളൊക്കെ മുശ്രിക്കാക്കി. എന്തേ കാര്യം? നമ്മളൊരു മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്തു, ആ മഹാനെ തവസ്സുൽ ചെയ്ത് പടച്ചറപ്പിനോട് ദുആ ചെയ്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു, അതിലപ്പുറമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. മഹാന്മാര് ചെയ്ത പ്രവർത്തനത്തിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. പൂർവ്വഗാമികൾ എന്ത് ചെയ്ത് ഞാൻ വിശദീകരിക്കുന്നില്ല, വിശകലനം പിന്നെയും പിന്നെയും ചർവിത ചർവണമാകും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഹാന്മാരെ ആദരിക്കാൻ ദീന് പഠിപ്പിച്ചതിന്റെ അപ്പുറത്താ ചിന്ത. പരിശുദ്ധ മക്കയിൽ ചെന്നാൽ തവാഫ് കഴിഞ്ഞാൽ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ തലകുത്തണം. മക്കാം ഇബ്രാഹിം ഒരു കല്ലാണ്. ആ കല്ലിന്റെ പിന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ ചിന്ത എന്താ? പടച്ചവനെ, ഇബ്രാഹിം നബിന്റെ കാല് വെച്ചു എന്ന ഒരു പ്രത്യേകത മാത്രമല്ല, കാൽപാദ പതിഞ്ഞ ഒരു മനുഷ്യന്റെ കാല് പതിഞ്ഞ കല്ലല്ലത്, ഞാൻ എന്തിനാ അവിടെ സുജൂദ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? ഒരിക്കലും ചിന്തിച്ചുകൂടാ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. എന്തിനാണ് പടച്ചറപ്പ് അങ്ങനെ കൽപ്പിക്കുന്നത്? ഇബ്രാഹിം നബിക്ക് ആദരവ്, പടച്ചറപ്പിന് ആരാധന. ആരാധനയും ആദരവും രണ്ടാണ്. ഈ തിരിച്ചറിവില്ലാതെ സമൂഹത്തിൽ ചിലർ പ്രകടിപ്പിച്ച ആശയമാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്. ഒരു മക്ബറയിൽ ചെന്ന് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ആ മഹാന് പടച്ചറപ്പിനുള്ള മഹത്വം, അള്ളാഹുമായി ആ വലിയുള്ള അടുപ്പം, അത് വെച്ചുകൊണ്ട് വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് നമ്മൾ പടച്ചറപ്പിനോട് ചോദിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടും. അത് ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ അറഫയിൽ പോയി നിൽക്കുമ്പോൾ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യത? അറഫ പുണ്യഭൂമിയിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ എന്താ കൂടുതൽ ഉത്തരം കിട്ടാൻ കാരണം? മണ്ണിന്റെ പ്രത്യേകതയാണ്. മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ അറഫ ഹറമിന്റെ ഉള്ളിൽ പോലും അല്ല. മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ ഇന്ന് അറഫയിൽ പോയി ദുആ ചെയ്താലും ഉത്തരം കിട്ടണ്ടേ? കിട്ടുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. സാധാരണയിൽ കവിഞ്ഞൊരു ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് 15 സ്ഥലത്ത് ദുആക്ക് ഇജാബത്തുണ്ടെന്നാണ് പറഞ്ഞത്. അത് സ്ഥലവും സന്ദർഭം 15-ൽ 14 ഹറമിന്റെ ഉള്ളിലും 1 ഹറമിന്റെ പുറത്തുവാ. ഹറമിന്റെ പുറത്ത് കിടക്കുന്ന സാധനമാണ് അറഫ. അൽ ഹജ്ജു അറഫ. എന്നിട്ടും അറഫക്ക പ്രത്യേകത. എന്തേ കാരണം? മണ്ണിന്റെ പ്രത്യേകതയാകാൻ വഴിയില്ല. ആണെങ്കിൽ ആ മണ്ണ് ഇപ്പോഴും അവിടെയുണ്ട്. നമ്മൾ ഇപ്പൊ ചെന്ന് ദ്വാരനാലും അത് കിട്ടണം, കിട്ടുന്നില്ല. പിന്നെന്താ? ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ദുൽഹജ്ജ് 9 ഇവിടെയും വരാറുണ്ട്. ഇതൊന്നുമല്ല, പിന്നെന്താ? കൊല്ലത്തിൽ ഒരു ദിവസം, ഒരു സ്ഥലം, ഒരു സമയം. ഇത് 3 കൂടി ചേരുമ്പോൾ 4ാമത്തെ പ്രത്യേകത ഉണ്ടാവുന്നു. എന്താ? ലോകത്തെ സകല സജ്ജനങ്ങളും അവിടെ ഒരുമിച്ച് കൂടുന്നു. കൊല്ലത്തിൽ ഒരു സമയം, ഒരു സ്ഥലം, ഒരു നിശ്ചിത ദിവസം. ദുൽഹജ്ജ് മാസം 9-ന് ളുഹ്ർ നിസ്കരിച്ചിട്ട് അറഫയുടെ ബൗണ്ടറിക്കുള്ളിൽ നിങ്ങളുണ്ടോ? അവിടെ നിങ്ങൾ മാത്രമാകില്ല, ലോകത്തെ സകല സ്വാലിഹീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും വരും. അവിടെ നമ്മളൊരു സാധു ചെന്ന് കൈപൊന്നിച്ചല്ല, ആവന്ന മുസ്ലിഹും ബി മുഹ്സിനിഹിം, മോശപ്പെട്ടവനെ നല്ലവന്റെ കൂട്ടത്തിൽ ചേർത്തിക്കൊണ്ട് അവനും ഉത്തരം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോന്റെ കൂടെ കൂടി എന്നുള്ളതാ വിഷയം. നന്മയുടെ പക്ഷത്ത് എത്തി എന്നുള്ളതാ വിഷയം. നല്ലവർ കൂടുന്നിടത്ത് കൂടി. അവൻ നല്ലൊരു കൂടുന്നിടത്ത് കൂടിയ ഗുണുണ്ട്. അവൻ നല്ലൊരു മഹാൻ, പടച്ചറപ്പ് ഇഷ്ടപ്പെടുന്ന മഹാന്റെ മക്ബറ, അവിടെ ചെന്നു ദ്വാരക്കുന്നതിന് പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയെ ദീൻ പറഞ്ഞുള്ളൂ. അത് അയാളോട് ചോദിച്ചുകൊണ്ട് അയാളെ പൂജിക്കലൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇമാം അബൂ ഹനീഫ തങ്ങളൊന്നും റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പിൽ ചെന്നിട്ട്
അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് പഠിച്ചവരോട് ചോദിക്കോ, ഇമാം അബൂ ഹനീഫ തങ്ങൾ എത്ര വലിയ ബുദ്ധിജീവിയാ. അവിടെ ചെന്നിട്ട് നേരിട്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ തൃപ്തി വേണമെന്നാ പറഞ്ഞത്. അന ത്വാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ, അങ്ങനെയല്ലേ പറഞ്ഞത്? അന ത്വാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബീ ഹനീഫത ഫിൽ അനാമി സിവാക. അങ്ങനെ പറയുമ്പോ അത് ദീനിന്റെ പുറത്തു പോകുന്ന പണിയല്ലേ? ഇമാം അബൂ ഹനീഫ തങ്ങളെ ദീനിന്റെ പുറത്താക്കാൻ പറ്റുമോ? അപ്പൊ ചുരുക്കത്തിൽ പൂർവ്വകാല നടപടിക്രമങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാത്ത ഒന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുകഴ്ത്തിയിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. കണ്ടവരൊക്കെ വലിയാക്കാനും പോയിട്ടില്ല. എവിടെയെങ്കിലും ഒരു വലിയ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിനെ വലിയാക്കാൻ പോയ സമസ്ത? അയാളെ ശരിക്കും നിരീക്ഷിക്കാനും അയാളെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു. SKSF അല്ലേ ആദ്യമായി ജീർണതയ്ക്കെതിരെ ജിഹാദ് നയിച്ചത്? മഹാനായ ശംസുൽ ഉലമ എത്ര വ്യാജന്മാരെ പിടിച്ച് പുറത്തിട്ടിട്ടുണ്ട്, കള്ള വലിയങ്ങളെ പിടിച്ച് പുറത്തിട്ടു സമസ്ത. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഗ്രഹീത വിഭാഗത്തിന്റെ പക്ഷത്തു നിന്നു എന്നുള്ള ഖുർആൻ പറഞ്ഞത് അങ്ങനല്ലേ? നമ്മളൊക്കെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നു. അള്ളാഹുവേ എന്നെ നേർമാർഗത്തിലാക്കണേ, എന്നാ അള്ളാന്റെ മാർഗത്തിലാക്കണേ എന്ന് പറയുന്നുണ്ടല്ല. സിറാത്തുല്ലാഹി എന്ന് പറഞ്ഞില്ലല്ലോ. ഇസ്ലാമിന്റെ മാർഗത്തിലാക്കണേ, സിറാത്തുൽ ഇസ്ലാമി എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? ഇവിടെ വന്നവരൊക്കെ ഇതേ പറഞ്ഞുള്ളൂ. 3 വക്ത് നിസ്കരിക്കാൻ ജനങ്ങളോട് ഉത്ബോധിപ്പിച്ച മനുഷ്യൻ പറഞ്ഞതും ദീനാണ്, ഇസ്ലാമാണ്, അള്ളാന്റെ പേരാ. അയാൾ ഓതിയതുമായത്താ അഖിമിസ്സലാത്ത ത്വറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. അയാൾ അങ്ങനെ വിശദീകരിച്ചു. നിങ്ങൾ നിസ്കരിക്കേണ്ട, പടച്ചറപ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മതി. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അവരും പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ എങ്ങനെ ദീനിന്റെ പേരും പറഞ്ഞു വരുന്നവനെ പിൻപറ്റിയാൽ നല്ലവനാവൂല. നേർവഴി പ്രാപിക്കണമെങ്കിൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നിങ്ങളുടെ പ്രമേയം പോലെ സച്ചരിതരുടെ കാൽപാദങ്ങൾ പിന്തുടർന്നു പോകണം. കഴിഞ്ഞകാല നടപടിക്രമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴേ ദീനുണ്ടാവൂ. ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം എന്നേ സമത്ത പറഞ്ഞുള്ളൂ. അതേ സമത്ത ഇതുവരെ ചെയ്തുള്ളൂ. അതിനപ്പുറം സമത്തൊന്നും ഒരു അന്ധവിശ്വാസം സമത്ത പ്രോത്സാഹിപ്പിച്ചിട്ടില്ലല്ലോ. എവിടെയെങ്കിലും ഒരു മക്കബറ കെട്ടിപ്പോക്കുമ്പോൾ സമത്തതിനെ അംഗീകരിച്ചോ? എല്ലാ ത്വരീഖത്തുകളെയും സമത്ത അംഗീകരിച്ചോ? ഇല്ല. ഇവിടെ സമത്തയുടെ നയം നമ്മുടെ പൂർവ്വകാല പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിച്ചതാണ്. ഒരാൾ ആകാശത്ത് കൂടെ നടന്നാലും വെള്ളത്തിൽ നിസ്കരിച്ചാലും ഒന്നും അവനെ വലിയാക്കൂല, നിരീക്ഷിക്കും. അവന്റെ നടപടിക്രമം എങ്ങനെ? ലൗ അന്ന റജുലൻ ബസത മുസല്ലാഹു ഫിൽ ബഹർ, അബൂ യസീദ് ബിസ്താമി തങ്ങളുടെ ഉദ്ധരണിയാണ്. അഹമ്മദ് കോയ ശാരിയാത്തി തങ്ങളുടെ ഫത്വയും അങ്ങനെയാണ്. ഒരാൾ വെള്ളത്തിൽ മുസലിട്ട് നിസ്കരിച്ചു. ഔ തറബഅ ഫിൽ ഹവാ, വായുമണ്ഡലത്തിൽ ചമ്രം പടിഞ്ഞിങ്ങനെ ഹെലികോപ്റ്റർ പോലെ. എങ്ങനെ ഉണ്ടാവും? വെള്ളം ഉദിച്ചിട്ട് ആൾക്കാരാണ് വിടുവോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞു, ഫലാ തഗ്തറൂ ബിഹി, ചതി കുടുങ്ങാൻ പോണ്ട, ഓ വലിയൊന്നും ആയിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹത്താ തൻദുറൂ കൈഫ തജിദൂനഹു, അവൻ എങ്ങനെയുണ്ട് നിങ്ങൾ നിരീക്ഷിക്കുക. ഫിൽ അംരി വൻ നഹി വ ഹിഫ്ദുൽ ഹുദൂദി വ അദാഇ ശരിയ, മതപരമായ വിധിവിലക്കുകൾ പാലിക്കുന്നുണ്ടോ, നിരോധനങ്ങളെ അതിലംഘിക്കുന്നുണ്ടോ, ശുബ്ഹത്തിന്റെ മുതലിന്റെ കാര്യത്തിൽ ശുബ്ഹത്തിന്റെ വിഷയത്തിൽ അവിടെ നിൽക്കുന്നു, ശരീഅത്തിന്റെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ അവൻ എവിടെ നിരീക്ഷിക്കുക. എന്നിട്ട് പഠിച്ചിട്ട് ബോധ്യപ്പെട്ട വലിയാക്കിയാൽ മതി. അല്ലാതെ വലിയ സമത്തില്ല. ഇവിടെ ചില ആൾക്കാരൊക്കെ ഏതെങ്കിലും നേർച്ചയിൽ ആന ഓടിയ സമത്ത ഓടിച്ച പൂരം പോലെ നേർച്ചയാക്കുന്നതിന് ഏതുപോലെ പൊതുസമൂഹം എവിടെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ സാധ്യത എന്നാ ഗുണം ചെയ്താണ്ടോ? ഇല്ല. എന്താ? എവിടെങ്കിലും ഒരാൾ ചട്ടിയും കുടുക്കിയെടുത്ത് പോയിട്ട് ഒരാളെ കണ്ടുകൂടി നിർത്തിയിട്ട് നന്നാക്കി ഓം വലിയ നന്നാക്കലായി. ഇക്കണ്ട ജനങ്ങൾക്ക് മുഴുവൻ ഖുർആൻ പഠിപ്പിച്ചു, 5ാം ക്ലാസ് പഠിപ്പിച്ചു, നിസ്കരിക്കാൻ പഠിച്ച സമത്വം ചെയ്തിട്ടില്ല. ഇതല്ലേ പ്രത്യേകത? ഈ കണ്ട ജനങ്ങൾക്ക് മുഴുവൻ ദീൻ പഠിപ്പിച്ചതും ഖുർആൻ ഓതി പഠിപ്പിച്ചതും ഷഹാദത്ത് കലിമ പഠിപ്പിച്ചതും നിസ്കരിക്കാൻ പഠിപ്പിച്ചതും സമത്വയാണ്. അതൊരു വിഷയമല്ല, അതാരും കാണൂല. എവിടെങ്കിലും ഒരു കള്ള് കുടിയാൻ ആരെങ്കിലും നന്നാക്കിയാൽ അത് വലിയ പ്രവർത്തന. ഇതെന്താ അത്ഭുതം! ഈ ബഹുഭൂരിപക്ഷത്തെ നന്നാക്കിയത് എന്താ കാണാത്തത്? ഈ ഭൂരിപക്ഷത്തിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തു കൊടുത്ത സേവന പ്രവർത്തനത്തെ ചെറുതാക്കാൻ പറ്റുമോ? കേരളക്കരയിലെ ജനങ്ങൾക്ക് ഏത് ഓണം കേറാ മൂലയിലും മദ്രസ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ശരിക്കും ദീൻ പഠിപ്പിച്ചുകൊണ്ട് ഷഹാദത്തെ നിശ്ചയിക്കാനെങ്കിലും ഈ കൗമിനെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഒന്ന് പോയി നോക്കി, വാളയാർ ചുരത്തിന്റെ അപ്പുറത്തേക്കൊന്ന് പോയി നോക്കിയാൽ പറയാം എന്ത് ദീന അവർക്കുള്ളത്. എന്തിനധികം നമ്മുടെ ദാറുഹുദയിലെ കുട്ടികൾ ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആന്ധ്രാപ്രദേശിലെ കർണൂരിൽ അവർ പോയപ്പോൾ അവർ കണ്ട കാഴ്ച എന്താ? പർദ്ദയിട്ട മുസ്ലിം പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്നതിൽ അവർ കണ്ടത്. അത്തരമൊരു കാഴ്ച കേരളത്തിൽ വ്യാപകമായി കാണുമോ? എവിടെയെങ്കിലും ഒരു മഹല്ലത്തിൽ അത് അംഗീകരിച്ചു കൊടുക്കുമോ? എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ അത്ഭുത സംഭവമല്ലേ?
ആ ജനങ്ങൾക്ക് ദിശാബോധമില്ല. പെണ്ണുങ്ങൾ പർദ്ദയിട്ട് കുട്ടി ജനിച്ചാൽ പോലും അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ നടത്തിയിട്ട് അനുഗ്രഹം വാങ്ങിപ്പോകുന്നവർ, ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി പർദ്ദ ധരിക്കൊണ്ട് അമ്പലത്തിൽ പോയി പണം കൊടുത്ത് പൂജിച്ച് പ്രസാദം കൊണ്ടുവരുന്നവർ. ഇത് അത്ഭുതമല്ല, കാണുന്ന കാഴ്ചയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് അവരിങ്ങനെ തരം താഴ്ന്നു പോയി. എന്നതുപോലെ നോക്കി ഇലക്ഷൻ വന്നാലോ, ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ ആള് വരും, ഗ്രാമത്തിലെ ആളുകളുടെ വോട്ട് ബുക്ക് ചെയ്യുമ്പോൾ നിശ്ചിത തുക കൊടുക്കും, ഒരു 100-50 രൂപ ഓരോ വീട്ടിലെത്തിക്കും മതി. അവരെ മുഴുവൻ ഇലക്ഷൻ ദിവസം ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ജനതാദളായാലും ആരായാലും ശരി. ദിശാബോധമില്ല, തങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു ജനസമൂഹം. അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായി നമ്മൾ ഈ സമൂഹത്തിൽ ഉയർന്നു വന്നപ്പോൾ നമുക്ക് രാഷ്ട്രീയ ദിശാബോധമുണ്ടായി, സംഘബലമുണ്ടായി, സംഘബോധമുണ്ടായി, ദീനെന്തെന്ന് പഠിക്കാൻ കഴിഞ്ഞു. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളീയ മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്ത നേട്ടം ഈ പള്ളി ദർസിലൂടെയും അതുപോലെ തന്നെ അറബി കോളേജിലൂടെയും ഉലമാഇന്റെ സേവനത്തിലൂടെയും നേടിയ ഇൽമിന്റെ ബലത്തിലാണ്. അതങ്ങ് നഷ്ടപ്പെട്ട് നോക്കട്ടെ, ഒന്നും ഉണ്ടാവില്ല. ആ ഇൽമും അതിന്റെ ബേസും ഉലമാഇന്റെ ടച്ച് നഷ്ടപ്പെട്ടാൽ പിന്നെ കേരളത്തിൽ ഒന്നും ഉണ്ടാവില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മുടെ മുത്താലിമീങ്ങൾക്ക് പോലും ഒരു ചെറിയ അപകർഷതാബോധമുണ്ട്. മുത്താലിമീങ്ങൾക്ക് പോലും ഇന്നുള്ളൊരു അപകർഷ ദർസ് പോകാൻ വേണ്ടി. എന്താ കാരണം? ആരാന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കുള്ള എന്താ ഒരു ഔദാര്യത്തിലേക്കാണ്, നമ്മൾ സമുദായത്തിന്റെ പൈസ കൊണ്ടല്ലേ എന്നുള്ളൊരു ഔദാര്യത്തിന്റെ ഒരു അടിമത്ത ബോധം പലർക്കും തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നു 100% അത് മാറ്റിവെക്കണം. കാരണം എന്താ? ഔദാര്യം തേടി ജീവിക്കാത്ത ഒരു മനുഷ്യനും ഇവിടെയില്ല. നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്ക്. ഇപ്പൊ കേരളത്തിലൊരു മെഡിക്കൽ വിദ്യാർത്ഥി മെഡിസിൻ പഠിക്കാൻ തീരുക, 5 വർഷത്തെ MBBS കോഴ്സ് പൂർത്തിയാക്കുമ്പോഴേക്കും സർക്കാർക്ക് ഇതിനാവുന്ന എത്ര പൈസ അവന് കൊടുക്കണം? മരത്തിൽ സീറ്റ് കിട്ടിയ ഒരു കുട്ടിക്ക് ഗവൺമെന്റ് എത്ര പൈസ കൊടുക്കണം? ആരാണ് ഈ പൈസ? എന്റെയും നിങ്ങളെയും നികുതി പണമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവൻ ശമ്പളം വാങ്ങുന്നു, പിന്നെ പലിശ വാങ്ങുന്ന ആരുതായി പൈസ? എന്റെയും നിങ്ങളെയും നികുതി പണം, ജനങ്ങളെ മുഴുവൻ പൈസ. ഔദാര്യമില്ലാതെ ആരാ പഠിച്ച? ഇവിടെ ഒരു LP സ്കൂളിലോ ഒരു ഗവൺമെന്റ് സ്കൂളിലോ പഠിക്കുന്നുവെങ്കിൽ അവിടുത്തെ അധ്യാപകന്റെ ശമ്പളം, സ്കൂള്, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം ഗവൺമെന്റിന്റെ പൈസ ഇല്ലേ? ഗവൺമെന്റ് പൈസ ആരാ? നമ്മളൊക്കെ നികുതി പണത്തിന്റെ. അവർ ഡോക്ടറോ എഞ്ചിനീയറോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ രൂപപ്പെട്ട് വരുമ്പോൾ അവന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്ന പൈസ പൊതുജനങ്ങളുടെ പൈസയാണ്. അവൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മുഴുവൻ പൊതുജനത്തിന്റെ പൈസയാണ്. അവൻ ശമ്പളം വാങ്ങുന്നത് പൊതുജനത്തിന്റെ പൈസയാണ്. അപ്പൊ എല്ലാരും കൂടി പൈസ വാങ്ങുന്നുള്ള തൃപ്തി ഉണ്ടെങ്കിലും തൃപ്തി ഇല്ലെങ്കിലും. നേരെ മറിച്ചോ, ഒരു മുത്താലിമ് തൃപ്തിപ്പെട്ടത് മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ കുറച്ച് മേലെ, നമ്മളാ കുറച്ച് മേലെ. ഒരു മുത്താലിമും ഒരു മുദരിസും ജനങ്ങൾ തൃപ്തിപ്പെട്ട് കൊടുക്കുന്നതേ വാങ്ങുന്നുള്ളൂ. ഔദാര്യമില്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കണില്ല. ആരാന്റെ സഹകരണമില്ലാതെ ഒരുത്തനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരുത്തനും അവനവന്റെ സ്വന്തം പണം കൊണ്ടല്ല കഴിയുന്നത്. മറ്റുള്ളവന്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങാത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥനും പടങ്ങില്ല. പിന്നെ അവര് കുറച്ച് മേലെയും മറ്റുള്ളവർ താഴെയുമാകുന്ന കാഴ്ചപ്പാട് എങ്ങനെയാ? പിന്നെയും വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ തൃപ്തിപ്പെട്ട ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് പരസ്പരം കഴിയുന്നത്, അതിന് തിരിച്ച് ഹിദ്മത്തും കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ആലിമീങ്ങളാണ്. ആ ഒരു ബോധമല്ലേ നമ്മൾ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ സമൂഹത്തെ ആര് നയിക്കും? ധർമ്മത്തിലേക്ക് ആര് കൊണ്ടുപോകും? അതാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട അതിപ്രധാനമായ കാര്യം. ആ ഒരു കാഴ്ചപ്പാട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്ര ചിത്രം മാറ്റി എഴുതുവാൻ സമത്വക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ ചെറിയ വിഷയം, ഇപ്പൊ മദ്രസ പ്രസ്ഥാനം തന്നെ നിങ്ങൾ നോക്കുക. മദ്രസ പ്രസ്ഥാനത്തിന്റെ കണക്കെന്നെ പരിശോധിച്ച് നോക്ക്. ഞാനിത് പറയുന്നത് നമ്മളുടെ വലുപ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ കൊട്ടിഘോഷിക്കുമ്പോഴേക്കും അതാണ് വലുതെന്ന് തോന്നും നമുക്ക്. അപ്പൊ നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിന്റെ വിഷയം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഏകദേശം 9400ഓളം മദ്രസകളുണ്ട്. ഈ മദ്രസ സംവിധാനം ചിലരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ പ്രസംഗിക്കും ഈ മദ്രസ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ നിർമ്മിച്ച കെട്ടിടത്തിൽ നാട്ടുകാരെ ശമ്പളം കൊടുത്ത് മുഅല്ലിമീങ്ങളെ നിർത്തി പഠിപ്പിക്കുന്നതാണ്. അതിന് സമത്വക്ക് എന്താ അത്ര വലിയ കാര്യം? നാട്ടുകാരെ പഠിപ്പിക്കുന്ന മുഅല്ലിങ്ങൾക്ക് നാട്ടുകാർ ശമ്പളം കൊടുക്കുന്നു. അതിന് മുഅല്ലിങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നതും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതും ഒക്കെ അവിടുത്തെ കമ്മിറ്റി. പിന്നെ സമത്വക്ക് എന്താ അതിന് കാര്യം? ഒരു അംഗീകാരത്തിന്റെ ബോർഡോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിനെ കൊച്ചാക്കുന്ന ആൾക്കാർ അവരോട് തിരിച്ചു ചോദിക്കണം. നിങ്ങൾ ഈ 9000-ൽ പരം വരുന്ന മദ്രസകളെ ഒരു ചെയിനിൽ കോർത്ത് നിർത്തിയിട്ട് ഈ മുഅല്ലിങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ശരിക്കൊരു സംവിധാനമാക്കിയത് വാർത്തെടുത്തൊരു സിലബസ് കൊടുത്ത് കൊല്ലത്തിൽ 2 തവണ ഒരാൾ അവിടെ പരിശോധിക്കാൻ ചെന്ന് ഒരു വ്യവസ്ഥാപിത പരീക്ഷ നടത്തി ഇത് ശരിക്കും ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്ന ചെറിയ കാര്യമാണെന്നാണ് മനസ്സിലാക്കിയത്. അതിനുവേണ്ടി വിദ്യാഭ്യാസ ബോർഡും ജമിയത്തുൽ മുഅല്ലിമീനും ചെലവഴിക്കുന്ന പണത്തിന്റെ കണക്കും നോക്കുന്നത്. സമത്വക്കൊരു ബാധ്യതയില്ലേ? നമ്മുടെ ആലിമീങ്ങൾക്ക് ഒരു ബാധ്യതയില്ലേ? ഇപ്പൊ ഞാൻ ഈയിടെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി സെമിനാറിന് വേണ്ടി കണക്കെടുത്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ തന്നെ വളരെ അത്ഭുതപ്പെട്ടു.
975 മുതൽ നമ്മുടെ മദ്രസകളിലെ മുഅല്ലിങ്ങൾക്ക് സർവീസ് ആനുകൂല്യം കൊടുത്ത് ആ സർവീസ് ആനുകൂല്യത്തിന്റെ കണക്ക് പരിശോധിച്ചപ്പോൾ 1,71,97,565 രൂപ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 കോടിയോളം രൂപ സർവീസ് ആനുകൂല്യം കൊടുത്തു മുഅല്ലിങ്ങൾക്ക്. വീട് നിർമ്മിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് 2,62,25,765 രൂപ കൊടുത്തു. എന്ന് പറഞ്ഞാൽ 3 കോടിയോളം രൂപ. വിവാഹത്തിന് വേണ്ടി മാത്രം സഹായം 3,85,98,490 രൂപ. 3,85,98,000 4 കോടി രൂപയായി. ഇപ്പൊ മൊത്തത്തിൽ കോടിയായി കണക്കൂട്ടിയൊക്കെ. അടിയന്തര ചികിത്സാ സഹായം മുഅല്ലിങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് മാത്രം ജമിയത്തുൽ മുഅല്ലിമീൻ നടത്തി 31,17,000 32 ലക്ഷത്തോളം. വിധവകൾക്ക് സഹായം കൊടുത്തു 15,84,750 രൂപ. മുഅല്ലികൾ മരിച്ചപ്പോ അടിയന്തര സഹായം വീട്ടിലെത്തിച്ചു കൊടുത്തു 7,78,000 രൂപ. ഇവിടെ കുറെ പള്ളി നിർമ്മിച്ചും വിദേശ പണം കൊണ്ടുവന്ന് പള്ളിക്ക് മുമ്പിൽ പള്ളി നിർമ്മിച്ച് വലിയ സേവനം നടത്തി അവകാശപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. കണക്ക് പറയട്ടെ, ഈ സമൂഹത്തിന് ചെയ്ത സേവനത്തിന്റെ കണക്ക് പറയട്ടെ. കഴിഞ്ഞ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് 22 മുഅല്ലിം മൻസിലുണ്ടാക്കി 22 58 ലക്ഷം രൂപ കൊടുത്ത് 58 ലക്ഷം രൂപക്ക് 22 വീട്. ഇപ്പൊ കടവത്തൂര് വെച്ച് വീടിന് നിർമ്മാണം മൻസിൽ ത്വയ്ബ ഉദ്ഘാടനം ചെയ്തു. ഇനി വീട് നിർമ്മിക്കാൻ പോവാ. ആലോചിച്ച് നോക്കണം നിങ്ങള്. 98 മുതൽ മുഅല്ലിങ്ങൾക്ക് പെൻഷൻ കൊടുത്തു വരുന്നുണ്ട്. പെൻഷൻ, ആ പെൻഷന്റെ പൈസ മാത്രം ഇതുവരെ കൊടുത്തത് 1,05,99,920 രൂപ. 1,00,00,000 രൂപ, 1,05,00,000 രൂപ. പാവപ്പെട്ട മുഅല്ലിങ്ങൾക്ക് കൊടുത്ത ആനുകൂല്യത്തിന്റെ കണക്ക് പഠിക്കുക നിങ്ങള്. അതിനൊക്കെ അത്ഭുതം നോക്ക്. മദ്രസകൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. ഉയർന്ന ക്ലാസ്സുള്ള മദ്രസകൾക്ക്, സെക്കൻഡറി മദ്രസകൾക്ക് ഗ്രാന്റ് കൊടുത്ത കണക്ക് 1,53,29,000 രൂപയാണ്. ഇത് വെറുതെ കോടി എന്ന് പറയില്ല. വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ ഇതിന്റെ കണക്കുണ്ട്. ഒരു വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ എന്ന രീതിയിൽ ആ കണക്ക് ശേഖരിച്ചിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. റേഞ്ചുകൾക്കും ജില്ലകൾക്കും പ്രവർത്തിക്കാൻ ഗ്രാന്റ് കൊടുത്ത ഇനത്തിൽ 32,93,993 രൂപയുണ്ട്. മോഡൽ ക്ലാസ് എടുക്കുമല്ലോ മുഅല്ലികൾ. നമ്മുടെ മുഅല്ലികൾ മോഡൽ ക്ലാസ് എടുത്ത് അവന്റെ കഴിവ് വികസിപ്പിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക. മോഡൽ ക്ലാസ്സിന് അലവൻസ് കൊടുത്തത് 16,92,290 രൂപയാണ്. ഇപ്പൊ പ്രവർത്തകർക്ക് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. 414 റേഞ്ച് ഉണ്ട്. അടുത്ത വർഷം മുതൽ ഓരോ റേഞ്ച് സെക്രട്ടറിക്കും കൃത്യമായി 1,800 രൂപ കിട്ടും. കൊല്ലത്തിൽ ഒരു സെക്രട്ടറിക്ക് 1,800 രൂപ കിട്ടും. ആദ്യം 400 കൊടുത്തു, 300 കൊടുത്തു, 600 കൊടുത്തു, ഇനി 1,800 രൂപ കിട്ടും. വാങ്ങുന്ന സെക്രട്ടറിമാരുണ്ടാവും ഇവിടെ. ഉപമസനൊക്കെ നോക്കുന്നുണ്ടല്ലോ. 1,800 രൂപ കിട്ടും. ഈ 600 രൂപ വീതം ചെയർമാന് കിട്ടും. അതുപോലെ തന്നെ റേഞ്ചിന്റെ പരീക്ഷാ ബോർഡ് ചെയർമാനും അതുപോലെ പ്രസിഡന്റിനും കിട്ടും. ഈ ഇനത്തിൽ ഇതുവരെ കൊടുത്തത് മാത്രം 32,92,450 രൂപ ഉണ്ട്. 32 ലക്ഷം മുഅല്ലിങ്ങൾ കൊടുത്ത പ്രവർത്തിക്കാൻ ഗ്രാന്റ്. എന്റെ മദ്രസ സമത്തൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സമത്തൊക്കെ എന്താ ഇതിലുള്ളത്? ഒരു അംഗീകാരത്തിന്റെ ബോർഡല്ലെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഈ കോടിയുടെ കണക്ക് പഠിക്ക്. മാത്രമല്ല കെ അബൂബക്കർ അസ്ഹറിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരാകുന്ന നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ പേരിൽ നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ. ഉസ്മാൻ സാഹിബിന്റെ പേരിൽ ജയിച്ച കുട്ടികൾക്ക് അവാർഡ് ഇതുവരെ കൊടുത്ത ഇനത്തിൽ 2,03,61,251 രൂപ കൊടുത്തു. കവറിലാക്കി കൊടുത്തു. ഓരോ സ്ഥലത്ത് കവറിലാക്കി കൊടുക്കുമ്പോൾ ഒത്തിരി ഉണ്ടാവും. പക്ഷെ കൂട്ടി നോക്കുമ്പോൾ 2 കോടി കവിഞ്ഞു. ഈ സമൂഹത്തിന് കൊടുക്കുന്ന ആനുകൂല്യത്തെ കുറിച്ച് പഠിക്കണം നിങ്ങള്. സമത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഓരോ മഹല്ലത്തിലും വന്നുകൊണ്ട് പള്ളിക്കുമ്പിൽ പള്ളി ഉണ്ടാക്കി അറബിക്ക് പണം കൊണ്ടുവന്നിട്ട് വീതം വെക്കുന്ന ഏർപ്പാടല്ലത്. ഈ സാധുക്കളെ മുഅല്ലികളെ പണം പിരിച്ചുകൊണ്ട് ഒരു ദിവസത്തെ വേതനം വാങ്ങി ഇതൊരു ബർക്കത്തുള്ള പ്രവർത്തനമായിട്ട് സമത്ത നടത്തുക. അതിനുവേണ്ടി കണ്ണീരൊലിപ്പിച്ച് പിരിപ്പിച്ച് എവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളപ്പിരിവ് നടത്തിയിട്ടില്ല. ഒന്നും വ്യാജ ഒരു ഏർപ്പാടും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ സമൂഹത്തിന് സമത്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഒരു മഹത്വം നോക്ക് നിങ്ങൾ. ഞാനിത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ശേഖരിച്ചു. കൂട്ടത്തിൽ അതേ കൂടെ അതിന്റെ ഒരു രേഖ മറ്റൊന്നിപ്പോ നമ്മള് ആ കൂട്ടത്തിൽ വെച്ചൊരു കാര്യമാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ശേഖരിച്ചാണ് ഇവിടെ പറയട്ടെ. അപ്പൊ സമത്വം എന്തു ചെയ്തു എന്ന് ചോദിച്ചല്ലോ. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ മഹത്വം നോക്ക് നിങ്ങൾ. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കുട്ടികളെ മാറ്റിയിട്ട് ഒരു പ്രത്യേക വിദ്യാഭ്യാസ സ്കീം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സമത്വക്ക് ധൈര്യം വന്നല്ലോ. ആ സ്കീമിൽ ഇന്ന് നോക്ക് നിങ്ങൾ ദാറുൽഹുദ സിലബസ്, വാഫി സിലബസ്, ജാമിയയുടെ ജൂനിയർ സിലബസ്, സ്വതന്ത്ര ദർസുകൾ, എത്ര മനോഹര. ഇത് 3-4 സംവിധാനത്തിലൂടെ കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട യു ബാപ്പുട്ടി ഹാജിയും അതുപോലെ തന്നെ നമ്മുടെ സമത്വ കേരള ജമിയത്തുൽ ഉലമയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാർ, CH നവറല്ലാഹു മർക്കദഹും, ആ 3 മഹത്തുക്കൾ
എം ബഷീർ മുസ്ലിയാരെ ബുദ്ധിയിൽ വിരിഞ്ഞ ദാറുൽ ഹുദ. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ മുമ്പിൽ നിന്ന് ഒരു പ്രവർത്തനം ആരംഭിച്ചപ്പോ മാനിപ്പാടത്ത് ഒരു പാടശേഖരം വിലക്കെടുത്തിട്ട് അവിടെ ഒരു ഓലഷെഡിൽ ഇരുന്നു കൊണ്ട് അവർ ഉപകൽപ്പന നൽകുമ്പോൾ ചിലർ ചോദിച്ചു, SSLC പോലും എഴുതിക്കാതെ കുട്ടികൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ സമൂഹത്തിന്റെ പൊതുതാരിന്ന് കുട്ടികളെ വലിച്ചെടുത്തിട്ട് പുതിയൊരു സ്കീം കൊണ്ടുവരാം. എന്തിപ്പോ സംഭവിച്ചത്? എന്തേ സംഭവിച്ചത്? പഠിച്ചു നോക്ക് നിങ്ങൾ. അന്ന് എം ബഷീർ മുസ്ലിയാർ പറഞ്ഞൊരു വാക്കുണ്ട്, 12 കൊല്ലം കഴിയട്ടെ, അപ്പൊ നമുക്ക് മറുപടി പറയാം. 12 കൊല്ലം ക്ഷമിക്കാൻ തയ്യാറുള്ളവർക്ക് അതിന്റെ പഴം ആസ്വദിക്കാൻ പറ്റും. ക്ഷമ വേണം. 12 കൊല്ലം കാത്തു. 12 കൊല്ലം ഈ കൗമ കാത്തപ്പോ നമ്മുടെ കുട്ടികൾ എവിടേക്കെത്തി? SSLC എഴുതാത്ത കുട്ടികൾ, ആ കുട്ടികൾ ഇന്ന് എവിടേക്കെത്തി? പൊതുസമൂഹത്തോട് പറയണം, ഇവിടെ വലിയ വിടുവായിട്ട് പ്രസംഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചു നോക്കും. നമ്മുടെ മൂക്കിന്റെ താഴെ തൊട്ടപ്പുറത്ത് ചേലാമലയിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് വന്നപ്പോ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രൊഫസർ, അതിനുവേണ്ടി പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകൻ ദാറുൽ ഹുദയിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഫൈസൽ ഹുദവി ദാറുൽ പഠിച്ച കുട്ടിയാണ്. ഒരു അക്കാദമിക യോഗ്യമില്ലാതെ ആകുമെന്ന് പറഞ്ഞവർ ഇന്ത്യയിലെ പ്രബല യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ഉയർന്നു വന്നു. നൈജീരിയയിൽ ഇസ്ലാമിക് അഫയേഴ്സിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ഇന്ന് ആ കുട്ടിയെ കണ്ടിട്ടാ വരുന്നത്, കുട്ടിയുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ്. ഒരു ഹുദവിയാണ്. ആ ഹുദവി നൈജീരിയയിൽ നിന്ന് അവധിക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. നൈജീരിയയിലെ അവിടുത്തെ ഗവൺമെന്റ് ഉത്തരവാദിത്തത്തോടെ നടത്തുന്ന സ്ഥാപനത്തിലെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സമസ്തയുടെ സ്ഥാപനത്തിൽ പഠിച്ചു പോയ കുട്ടി. എന്റെ കുട്ടികൾക്കൊന്നും എത്താൻ കഴിയില്ല. അൽമുസന്ന കോളേജ് ഓഫ് ടെക്നോളജി ഒമാൻ, അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്താര ദാറുൽ ഹുദയിൽ പഠിച്ചു പോയ കുട്ടിയാ. അന്വേഷിച്ചിട്ട് പറ. എന്തിനധികം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർമാർ, രണ്ടിലധികം പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ഹുദവികളാണ്. തുഞ്ചൻ കോളേജ് ആരംഭിച്ചല്ലോ, തുഞ്ചൻ പറമ്പിൽ മലയാള സർവകലാശാല. ദാറുൽ ഹുദയിൽ പഠിച്ച കുട്ടി. നമ്മൾ പഠിച്ചു നോക്കണം. BBC എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നമ്മൾ ഈ വാർത്തയ്ക്ക് വേണ്ടി അവലംബിക്കുന്ന BBCയുടെ ഒരു പ്രധാന പോസ്റ്റിൽ ഇരിക്കുന്നത് സൈനുൽ ആബിദ് എന്ന് പറയുന്ന ഹുദവിയാണ്. അയാളിപ്പോൾ ലണ്ടനിലേക്ക് നേരിട്ട് വിളിച്ചു കൊണ്ടുപോയി എന്ന് അദ്ദേഹം ഒരിക്കൽ ഫോണിൽ പറഞ്ഞ ഞാൻ ഓർക്കുകയാണ്. അത്ര വലിയ ആദരവോടുകൂടി കഴിവ്, വാർത്താവിനിമയ രംഗത്ത് ശേഷി ശരിക്ക് പ്രകടിപ്പിച്ചൊരു കുട്ടി ദാറുൽ ഹുദയിൽ 12 കൊല്ലം പഠിച്ചിട്ട് ഉയർന്നു വന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് ഭാഷാ പ്രാവീണ്യവും ഇംഗ്ലീഷ് ടു അറബിക് ട്രാൻസ്ലേഷന്റെ സൗകര്യവും ആ കുട്ടിയുടെ പെർഫോമൻസും കണ്ടുകൊണ്ട് BBC കൊണ്ടുപോയതാ. ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്തത് ആരെയാ? അൽ ജസീറ ചാനലിനെ. ഖത്തറിലെ അൽ ജസീറ ചാനലിന്റെ ചീഫ് കോർഡിനേറ്റർ ഒരു ഹുദവിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സമസ്തയുടെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടീനർത്ഥം. ഖത്തറിൽ പോയി നോക്ക്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്താര അലാഖത്തുലമയുടെ തലപ്പത്ത് ഫൈസൽ എന്ന് പറയുന്ന ഹുദവിയ. ഈ പട്ടാമ്പിക്കാരൻ ഗവൺമെന്റ് ശരിക്കും വീടും കൊടുത്ത് സൗകര്യം ചെയ്ത് കൊടുത്ത് ഡിപ്ലോമേറ്റ് ആയിട്ട് താമസിപ്പിച്ചിരിക്കുക. പഠിച്ച് കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് എവിടേക്ക് എത്താം? 12 വർഷം കൊണ്ട് നിങ്ങളെ കുട്ടികളെ പുറകോട്ട് നയിക്കുന്ന പറഞ്ഞ ആളുകൾക്ക് മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്തിനധികം ദുബായ് കോടതിയിലെ ട്രാൻസ്ലേറ്റർ മുതൽ ഇന്ന് ദുബായിലെ ഏറ്റവും പ്രസിദ്ധമായ ബ്രിട്ടീഷ് അക്കാഡമി സ്കൂൾ, ആ സ്കൂളിന്റെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് തലവൻ ഒരു ഹുദവിയാണ്. നിങ്ങൾ പഠിക്കണം. നമ്മുടെ സമൂഹം ആരെയും പുറകോട്ട് നയിച്ചില്ല. വാഫി കോളേജ് തൊട്ടപ്പുറത്തുണ്ടല്ലോ, അത് ഉയർന്നു വരുന്നേ. ഒമാൻ എക്കണോമിക് റിവ്യൂയിൽ അവന്റെ കുട്ടിയെത്തി, വാഫി എത്തിയപ്പോഴേക്കും അസർ യൂണിവേഴ്സിറ്റിയിൽ 4-5 ആളുകൾ അവര് PhD എടുത്തിട്ട് പുറത്തിറങ്ങാൻ പോവാ. കേരള ഹൈക്കോടതിയിലുണ്ട് ഒരു ട്രാൻസ്ലേറ്റർ, കേരള ഹൈക്കോടതിയിൽ ട്രാൻസ്ലേറ്റർ ഉണ്ട് വാഫി. പഠിച്ചു മിടുക്കന്മാരായ കുട്ടികൾ, SSLC കഴിഞ്ഞ കുട്ടികൾക്ക് പഠിച്ചു മിടുക്കന്മാരായി ഉയർത്തിക്കൊണ്ടുവരാൻ സംവിധാനം. ജാമ്യയുടെ ജൂനിയർ കോളേജ് സംവിധാനം. ഒന്നും വേണ്ട. ദർസിൽ ഇപ്പൊ അത്രയും പൈസ മുമ്പിലുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ദർസിന്റെ വാർഷികത്തിൽ ഞാൻ പങ്കെടുത്തു. എത്ര കുട്ടികളുടെ ദർസിൽ? ഒക്കെ ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളാണ്. എന്നാൽ ഷിആർ നഷ്ടപ്പെടുത്താതെ നല്ല നിലക്ക് ഒരു ദർസിന്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭൗതിക വിദ്യ തടയപ്പെടാത്ത പഠനം. എന്താ കുഴപ്പമുള്ളത്? സമത്വ സൃഷ്ടിച്ച വിപ്ലവത്തോട് തുല്യം നിൽക്കാൻ ആർക്ക് പറ്റും? എന്നാൽ ഇതിന് തുല്യമായി കേരളത്തിൽ ഒരുപാട് മത ഏജൻസികൾ വരണ്ടല്ലോ. അവരെ പറയട്ടെ, എന്ത് ചെയ്തു അവര്? എന്റെ സമൂഹത്തിൽ അവർ ചെയ്തത്? അവർ ചെയ്ത സേവനത്തിന്റെ കണക്ക് അവതരിപ്പിക്കട്ടെ. ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ സമൂഹത്തിന് കാഴ്ചവെക്കട്ടെ. എവിടെയുണ്ട്? ഇവിടെ നമ്മൾ മത്സരിക്കേണ്ടത് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുജീവിതത്തിലും മതജീവിതത്തിലും സമത്വം ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. അതാണ് ജനങ്ങൾക്ക് സമത്വമുള്ള വിശ്വാസം. നിങ്ങളൊരു പ്രശ്നം ഉണ്ടായാലും ഒരു 10 കൊടുക്കുക. സമസ്തന്റെ ഉസ്താദ് പറഞ്ഞാൽ അവിടെ നിൽക്കും, വേറൊരു പറഞ്ഞാൽ കേൾക്കുമല്ലോ. വേറൊരു വിദേഹത്തുകാരൻ 10 കൊടുത്ത ആരെങ്കിലും അതിനെ അമല് ചെയ്യും? ദുന്യാവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എന്തിനധികം ഈ കഴിഞ്ഞ ചെറുപെരുന്നാളിനാണെന്ന് എന്റെ ഓർമ്മ. കോഴിക്കോട് കടപ്പുറത്ത് ഒരാൾ മാസം കണ്ടപ്പോ ആ സുഹൃത്തിനെ അവന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട, അതായത് തുറന്നു പറയല്ലോ, നമ്മൾ അകത്തായതുകൊണ്ട് പുറത്തായാലും പറയാം, മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ വ്യക്തിയെ നേരെ അവരെ ഓഫീസിൽ കൊണ്ടുവന്നു. ഓഫീസിൽ കൊണ്ടുവന്നപ്പോ ഈ കൊണ്ടുപോയ പ്രവർത്തകന്റെ ആഗ്രഹം എന്താ?
ഞങ്ങളെ പക്ഷം ആദ്യം മാസപ്പിച്ചാൽ അതൊരു ക്രെഡിറ്റ് ആണ്. അപ്പൊ ഇവരെ സംസ്ഥാന നേതാവ് അവിടെ ഇരിപ്പെട്ടു പടവ് അദ്ദേഹത്തോട് ചെന്ന് ആവേശത്തോടെ പറഞ്ഞു, മാസം കണ്ടിട്ടുണ്ട്, ഇവര് കണ്ടു, അപ്പൊ അവരെ വിചാരണ ഉറപ്പിക്കണമല്ലോ. പക്ഷെ അയാൾ ഈ കൊണ്ടുവന്ന പ്രവർത്തകനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ടാളെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? ഇവരെ രണ്ടാളെയും ആ വണ്ടി കയറ്റി നേരെ ഫ്രാൻസിസ് റോഡിൽ മുഹമ്മദ് കോയ തങ്ങൾ ഓഫീസ് കൊണ്ടാക്കി സമത്വം നിശ്ചയിക്കട്ടെ എന്നിട്ട് പറയാറ്. അതെന്താ? അയാൾക്കറിയാം ഞാൻ നിശ്ചയിച്ചാലൊന്നും കേരളത്തിലെ ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കൂല. അയാൾക്കറിയാം. അയാളെ മാന്യത കാണിച്ചു. ഈ പ്രവർത്തകൻ നിരാശനായി നേരെ തങ്ങളെടുത്ത് കൊണ്ടുപോയി വിട്ടു. നിങ്ങൾ തങ്ങളോട് ചോദിക്കും. വേറൊരു കൂട്ടര് 2 മാസം ഉറപ്പിച്ചല്ലോ, പിന്നെ ദുന്യാവെന്ന് ഉറപ്പിച്ചിട്ടില്ലല്ലോ. അതിന്റെ ഉറക്കൂലെന്ന് അവർക്കറിയാം. ഉറപ്പിച്ച മാസം തന്നെ ആകെ അലങ്കോലപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ചെയ്ത ഏർപ്പാടുകൾ കണ്ടില്ലേ? അതാണ് കേരളത്തിന്റെ പൊതുഭൂമി. സമത്വ പറഞ്ഞോ എന്നാ കൗമോടുണ്ടാവും. കേരളത്തിന്റെ പൊതുവായ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു, പബ്ലിക് ഇഷ്യൂ, ഉദാഹരണം തൊട്ടടുത്ത് കഴിഞ്ഞു പോയ വിവാഹ പ്രശ്നം, കോഴിക്കോട് യോഗം ചേർന്നു. എല്ലാ വിധേയ സംഘടനയുടെ നേതാക്കളും പറഞ്ഞു സമത്വ തലപ്പത്ത് നിൽക്കട്ടെ, ചെയർമാൻ സമത്വത്ത് ചോദിച്ചു വാങ്ങല കൊണ്ടുവന്ന് തരികയാണ്. പാഠപുസ്തക പ്രശ്നം വന്നു, ചർച്ചയ്ക്കിരുന്നു. അവര് പറഞ്ഞു സമത്വം നയിക്കട്ടെ, സമത്വം നയിക്കട്ടെ. ഈയിടെ മരിച്ച മുജാഹിദ് മൗലവി തന്നെ ഒരിക്കൽ പറഞ്ഞു സമത്വം നയിച്ചെങ്കിലേ ജനങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ പറഞ്ഞാൽ അത്ര കേൾക്കൂല. അയാൾക്കറിയാം, ജനങ്ങൾക്കറിയാം ഗ്രാസ് റൂട്ടിൽ വേരുള്ളത് ആർക്കാണ്. മറ്റേ കൂട്ടർക്ക് പോലും ആ അംഗീകാരം ആരും കൊടുത്തിട്ടില്ല. അവർക്കതില്ല. അവരിങ്ങനെ വെറുതെ കരഞ്ഞ് ദ്വാരക്കുന്ന ദ്വാരസമ്മേളനം ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട് കാര്യമുള്ളത്? ദുന്യാവല്ലേ അവരാഗ്രഹം. ദുന്യാവിന് വേണ്ടി കരഞ്ഞിട്ട് എന്താ കൂട്ടരെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിക്ക് പോകുമ്പോണ്ടായ സംഭവം അറിയില്ലേ? ഒരാൾ കരഞ്ഞ് ദ്വാരക്കുക, കരഞ്ഞിട്ട് ദ്വാരത്തിട്ട് ഇയാൾ കണ്ണും കയ്യും കാണിച്ച് കരഞ്ഞിട്ട് പഠിച്ചോണ്ട് ദ്വാരക്കാം. മൂസാ നബിക്ക് പോലും മനസ്സറിഞ്ഞു. മൂസാ നബിന്റെ മനസ്സല്ലെങ്കിൽ അങ്ങേയറ്റം പോകണോ? കുറച്ച് കടുത്ത മനസ്സുള്ള ആളെ കിബത്തിന് ഒറ്റടിക്ക് കൊന്ന ആളല്ലേ? ആ ജാതി മനുഷ്യന്റെ മനസ്സലിക്കുന്ന കരച്ചിൽ ഇവർ വന്ന് കരയും. മൂസാ നബി കരഞ്ഞിട്ട് പഠിച്ചോട് റെക്കമെന്റ് ചെയ്ത് പഠിച്ചോ ഞാനൊന്ന് പുറത്തു കൊടുക്കണ്ടോ? അല്ല മൂസാ നബിനെ വിളിച്ചു, യബ്ന ഇമ്രാൻ ലൗ സാല മൻഹറാഹു മഅ ഉയൂനി ഐനൈഹി, ഓന്റെ കണ്ണിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ കൂടെ മൂക്കുന്നും കൂടി ഒന്നായിട്ട് പൊട്ടിയൊലിച്ച് ഒഴുകിയാലും ശരി. അല്ല പറയണേ, അവന്റെ കയ്യെ പൊന്തിച്ചിട്ട് കൈ കുഴഞ്ഞു വീണാലും ശരി, ലഹു ഞാൻ പുറത്തു കൊടുക്കൂല. വഹുവ യുഹിബ്ബു ദുനിയ, ഓൻ ദുന്യാവിന് വേണ്ടിയാ. റസൂൽ തന്നെ മുടി വെക്കുന്ന ആളാ. പറ്റൂല ഓനെ കൊണ്ട് ദ്വാ നടത്തിയിട്ട് കാര്യമില്ല. മൈക്കിന്റെ പൈസ പോകൂട്ടെ വെറുതെ പഠിക്കണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ആ ജാതിനെ അടുപ്പിച്ചിട്ടൊരു കാര്യമല്ല. അവര് ദുന്യാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ. വെറും ദുന്യാവേ അവർക്കുള്ളൂ, വെറും ദുന്യാവ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ഓരോ മഹലത്തിലും ആകെ 4 ഉണ്ടാവുള്ളൂ. അവർക്ക് ക്ലാസ് കൊടുക്കുന്ന എന്താ അറിയോ? അവരെ സ്ഥാപനത്തിൽ കൊടുക്കുന്ന ക്ലാസ് എന്താ അറിയോ? നിങ്ങൾക്ക് ഒരു ഗ്രിപ്പും കിട്ടൂല, ഒരു പിടുത്തും കിട്ടൂലാത്ത മഹലാണെങ്കിൽ ഭൂരിപക്ഷം മറ്റൊരു അവരുടെ ഭാഷ ഞാൻ പറയണ്ട, മൂരിന്ന പറയാ, ഭൂരിപക്ഷം അവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, എങ്ങനെയെങ്കിലും കമ്മിറ്റിയിൽ കയറുക. എന്നിട്ട് വളരെ സൗമ്യമായി കമ്മിറ്റിയിൽ ഇടപെട്ട് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തനത്തിന് സജീവാക്കിയിട്ട് അവരോട് പറയാം, നമുക്ക് രണ്ടും വേണ്ട, നമുക്ക് പഴയത് മതി, എന്നാ ഭൂരിപക്ഷം അവിടെ മുടങ്ങി കിട്ടുമല്ലോ. ഇതാണ് അവരെ തന്ത്രം. അതല്ല ഒരു ഗ്രിപ്പ് കിട്ടും എന്ന് കണ്ടാൽ നിങ്ങൾ കയറിയിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഒരു ഡിവിഷനെങ്കിലും നമ്മളെ മദ്രസയിൽ നമ്മളെ സിലബസ് പഠിപ്പിക്കേണ്ട ഏർപ്പാടാക്കാം, വേണമെങ്കിൽ എന്റെ പുറത്തൊരു പള്ളി ഉണ്ടാക്കാൻ നമുക്ക് സൗകര്യം ചെയ്യാം. ഇതാണ് അവരെ തത്വം. എങ്ങനെങ്കിലും അതിന് 10 മതി. ഈ ചെറിയ സാധനമായാലും കുഴപ്പമുണ്ടാക്കാൻ പറ്റുമല്ലോ. അറബിയിലൊരു ചൊല്ലുണ്ട്, ഇന്നൽ ബഅൂദത തുദ്മി മുക്കലത്തൽ അസദീനാണ്. ഈ സിംഹത്തിന്റെ കൺതറത്തിൽ ചോറൊലിപ്പിക്കാൻ കൊതുകിന് കഴിയും. ഇന്നൽ ബഅൂദത തുദ്മി മുക്കലത്തൽ അസദീനാണ്. സിംഹത്തിന്റെ കൺതറത്തിൽ ചോറൊലിപ്പിക്കാൻ കൊതുകിന് കഴിയും. അത് കൊതുകിന്റെ കഴിവല്ല, സിംഹത്തിന്റെ കഴിവ് കുറവല്ല, ഫിത്നന്റെ ഊക്കാണ്. അതാണ് ഈ 4 ഉണ്ടായ മതി. അവരുടെ പ്രവർത്തനത്തിന്റെ ഗൗരവം എന്നുള്ളത് ഫിത്നന്റെ ഗൗരവ. മഹലാകെ അട്ടിമറിക്കും. പിന്നെ ഒന്ന് സൂക്ഷിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നിന്നെങ്കിൽ മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ അവരോട്. അതുകൊണ്ട് നമ്മളെ ആളുകൾ നമ്മുടെ രംഗം സജീവമാക്കാം. ഇപ്പൊ നിങ്ങൾ സമത്വ കേരള ജമിയത്തിൽ ഇവിടെ പ്രവർത്തനം ഒരു മഹലിൽ നിൽക്കുമ്പോൾ അവിടെ എല്ലാം നമ്മുടെ സമത്വയുടെ ആ ലൈനിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. അവിടെ ഒരു ആഴകുടമ്പ സമീപനം സ്വീകരിക്കരുത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ രണ്ടും കുല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ചില ഒരു ജോലി ചെയ്യാൻ വരുന്ന ഒരാളുണ്ടാവും, ഞാൻ രണ്ടുമല്ല, ഞാൻ അങ്ങനത്തെ ഒരു സാധനമില്ല, ഓൻ തനി മുനാഫിക്കാന്ന് അപ്പൊ മനസ്സിലാക്കാം. അങ്ങനെ അയാൾ നിൽക്കും. നിന്നിട്ട് പിന്നെ എന്താണ് ചെയ്യുക? അകത്തായതുകൊണ്ട് നമുക്ക് പറയാലോ. പിന്നെ അവിടെ നിന്നിട്ട് കുറച്ചാളെങ്കിലും സ്വാധീനിച്ചിട്ട് മൂപ്പര് കുറച്ചാളെങ്കിലും ആളാക്കി ഉണ്ടാക്കിയിട്ട് മൂപ്പര് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പോയിട്ടേ പിന്നെ അതറിയുള്ളൂ. മൂപ്പര് പോയിട്ടേ എന്റെ കുഴപ്പം, ഈ എല്ലിലോറി പോയാൽ പോയിട്ടേ വാസനിക്കുള്ളല്ലോ എന്ന മാതിരി ഉണ്ടാവും. ആ രീതിയിൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന കുറച്ച് കൗമുണ്ട്. പറയുന്നതിൽ ഒരു വിരോധങ്ങൾ കരുതണ്ട. ഈ സമൂഹത്തിന്റെ മഹല്ലുകൾ നശിപ്പിച്ച കൂട്ടത്തിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തി സുന്നത്തെ മാറ്റി ആ രീതിയിൽ നമ്മുടെ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രക്രിയകളും പ്രവർത്തനങ്ങളുമാണ് അവർ ചെയ്തത്. ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോ തന്നെയാണ്. പക്ഷെ നമ്മുടെ നേതാക്കൾ കാഴ്ചവെച്ചൊരു പാരമ്പര്യന്മാരുണ്ട്. ആ പാരമ്പര്യമായിരിക്കണം നമ്മുടെ പാരമ്പര്യം. 100% പവിത്രത കാത്തു സൂക്ഷിച്ച പാരമ്പര്യം. റയീസുൽ മുഹഖഖീൻ കണ്യത്ത് ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കൾ ചെയ്തൊരു പാരമ്പര്യമുണ്ട്.
യാതൊരു തരത്തിലും കാപ്പട്യമില്ലാതെ സത്യം മാത്രം പറയുകയും സത്യത്തിന്റെ പക്ഷത്ത് മാത്രം നിൽക്കുകയും ചെയ്യാം. നമുക്കൊക്കെ കണ്ണിയത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഒരു കറാഹത്ത് പോലും അവിടുന്ന് ചെയ്തിട്ടില്ല. ഒരു കറാഹത്ത് പോലും ചെയ്യുന്ന മനസ്സ് ബഹുമാനപ്പെട്ടവർക്കില്ല. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അത് തിരുത്താൻ അപ്പം തന്നെ അദ്ദേഹം തയ്യാറാണ്. അത്ര സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യൻ. അതാണ് കണ്ണിയത്ത്. ആ സൂക്ഷ്മത അവസാന കാലത്ത് പോലും പുലർത്തിയ നമ്മുടെ ആലിമീങ്ങൾ, അവസാനം പോലും പുലർത്തിയ നമ്മുടെ ആലിമീങ്ങൾ. അതിൽപ്പെട്ട പ്രധാനിയായിരുന്നു അടുത്ത കാലത്ത് മരിച്ചുപോയ ബഹുമാനപ്പെട്ട പാർലൂർ ഉസ്താദ്, അള്ളാഹു മൗഫറത്ത് നൽകുമാറാവട്ടെ. എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അരുൺ ഉസ്താദിന്റെ മരുമോന്റെ അബ്ദുസലാം ഫൈസി അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവം. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹമാണ് ഒരിക്കൽ ഉസ്താദിനെയും ഉസ്താദിന്റെ മകനെയും ഭാര്യയെയും ഉംറക്ക് വന്നപ്പോ മദീനത്ത് കൊണ്ടുപോയി വിട്ടത്. മദീനത്ത് കൊണ്ടുപോയി വിട്ടപ്പോ മദീനത്തെത്തിയത് 3 മണിക്കാ. രാത്രി 3 മണിക്ക് മദീനത്തെത്തിയപ്പോ റൂമെടുത്ത് സലാം ഫൈസി ഇപ്പുറത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ അപ്പുറത്ത് ഇവരും നിന്നു. 3 മണിക്ക് വന്ന് ഉറങ്ങിയാൽ ഇനിയിപ്പോ അതിന് സുബൈക്ക് പള്ളി പോകാൻ കഴിയില്ല. സുബൈ റൂമിൽ നിന്ന് നിസ്കരിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഹറമിൽ പോകാൻ തീരുമാനിച്ച് മദീനത്ത് വെച്ച് സുബൈ എഴുന്നേറ്റ് റൂമിൽ നിസ്കരിച്ച് ഉസ്താദിന്റെ റൂമിൽ നിന്ന് പോയി നോക്കിയതാ. ഉസ്താദ് ഉണർന്നിട്ട് റെഡിയായി നിൽക്കുന്നു. മകൻ അബ്ദുൽ ജലീൽ ബാക്കവി സലാം ഫൈസിയോട് പറഞ്ഞത്രേ, ഞാൻ എന്റെ ഉപ്പയെ കണ്ട നാള് മുതൽ, കാണാൻ തുടങ്ങിയ നാള് മുതൽ എന്നും രാത്രി ബാപ്പ, ചെറുപ്പം മുതൽ, ഇയാളെ ചെറുപ്പത്തിന് മുതൽ ബാപ്പാന്റെ അവസ്ഥ പറയാം, എന്നും രാത്രി ബാപ്പ 11 റക്അത്ത് വിത്ർ നിസ്കരിക്കും. ഇന്നും ബാപ്പ നിസ്കരിച്ചു. നോക്കണം, വയസ്സായ മനുഷ്യൻ മദീനത്ത് നിന്ന് 400-ൽ പരം കിലോമീറ്റർ ഓടി വന്ന് 3 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. ഓർക്കണം നിങ്ങൾ, അതാണ് ബാപ്പാനെ ഞാൻ കണ്ടു പഠിച്ച പാരമ്പര്യം. അങ്ങനത്തെ ആൾക്കാരെ നമ്മളെ നയിച്ചത്. അവരോട് തുലനം ചെയ്യണം നിങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയുടെ മകുട ഉദാഹരണങ്ങൾ. സ്വന്തം വീട്ടിൽ ഒരു ഇൻവെർട്ടർ വെച്ച് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ പണക്കാരനായി വന്നപ്പോ, ഒരു ഇൻവെർട്ടർ വെച്ച് തരാം ഉസ്താദെ, കിതാബൊക്കെ നോക്കാൻ സൗകര്യമുള്ളോ എന്ന് പറഞ്ഞപ്പോ, വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന, ദൂരത്ത് കാണുന്ന ഒരു ചെറിയ പള്ളിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അത് അള്ളാഹുവിന്റെ വീടാണ്, അവിടെയാണ് ആദ്യം വെളിച്ചം കത്തിക്കേണ്ടത്. കറണ്ട് പോയാലും അവിടെ വെളിച്ചണ്ടാവട്ടെ, ഇവിടെ പിന്നെ മതി, ഇപ്പൊ അവിടെ വേണ്ട, അവിടെ വെക്കാതെ ഇവിടെ വേണ്ട. ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൂടെ ഓടി വന്നൊരു ഹദീസ് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ. അള്ളാഹുവിന്റെ ഒരു അടിമ മുത്തഖീങ്ങളെ ഗണത്തിലേക്ക് ഉയരുകയില്ല, എത്തുകയില്ല. ഹത്താ യദഅ മാലാ ബഅസ ബിഹി, ഒരു തെറ്റുമില്ലാത്തതിനെ ഒഴിവാക്കുന്നത് വരെ. ഹദറൻ മിമ്മാ ബിഹി ബഅസു, ഹദറൻ പേടിച്ചിട്ട്, തെറ്റ് വരുമോന്ന് പേടിച്ചിട്ട്. തന്റെ ശിഷ്യൻ കൊടുക്കുന്ന പണം കൊണ്ട് വീട്ടിൽ ഒരു ഇൻവെർട്ടർ വെക്കൽ ഒരിക്കലും തെറ്റല്ല. പിന്നെ എന്തിനാ ഒഴിവാക്കിയത്? അള്ളാന്റെ പള്ളി അവിടെ ഉള്ളപ്പോ പള്ളിയിൽ വെക്കാതെ ഇവിടെ വെച്ചാൽ ഒരു അദബുകേടാവോ എന്ന് പേടിച്ചിട്ട് അത് ഒഴിവാക്കി. അവരാണ് മുത്തക്കീങ്ങൾ, അവരാണ് മുത്തക്കീങ്ങൾ, അവരാണ് നമുക്ക് ഇമാമ് നിൽക്കേണ്ടവർ. അവരെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. സംശയാസ്പദമായി മുടി കൊണ്ടുവന്നുകൊണ്ട് പണം പിരിക്കുന്നവരും ഈ സൗകര്യം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഭൗതികതയെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്നവരും തമ്മിലുള്ള ഒരു തുലനം നിങ്ങൾക്ക് നടത്തിക്കൂടെ? ഒരു താരതമ്യ പഠനം നമുക്ക് നടത്തിക്കൂടെ? സൂക്ഷ്മതയുടെ അങ്ങേയറ്റമായിരുന്നു നമ്മുടെ ഉസ്താദുമാർ. ഭൗതികത തീരെ താല്പര്യപ്പെടാത്ത മഹത്തുക്കൾ, അവരെ കണ്ട് പഠിച്ചവരല്ലേ നമ്മൾ? അവരുടെ പിന്നാലെ പോയവരല്ലേ നമ്മൾ? അതുകൊണ്ട് അവര് നടന്ന വഴി സത്യമാണെന്ന് പടച്ചറപ്പ് ശരിക്കും ബോധ്യപ്പെടുത്തി തന്നിട്ടല്ലോ നമുക്ക്. അവരൊക്കെ മരിച്ചപ്പോ നമ്മൾ ശരിക്കത് കണ്ടതല്ലേ? മഹാന്മാര് മരിച്ചപ്പോ ആ മരണത്തിന്റെ യഥാർത്ഥ രൂപം നമ്മൾ ശരിക്കും കണ്ടില്ലേ? നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കാം. നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമ വിട പറഞ്ഞപ്പോ, അദ്ദേഹം വിട പറയുന്ന സമയത്ത് ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ശരിക്കും അദ്ദേഹത്തിന്റെ മരണം തന്നെ മതി നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ഈ നിന്ന നിൽപ്പ് ശരിയാന്ന് ബോധ്യപ്പെടാൻ വേറൊന്നും വേണ്ടല്ലോ. 3 കാര്യം മാത്രങ്ങൾ ചിന്തിച്ചാൽ മതി. വെറും 3 കാര്യം. ശംസുലമ മരിക്കുന്നതിന്റെ ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ ചെയ്ത 3 പ്രവർത്തനങ്ങൾ. ഒന്ന്, ആ മഹാനായ മനുഷ്യൻ വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് വന്നിട്ട് തീരുമാനം എടുപ്പിച്ചു. 996 മരണം. കാരണന്മാരൊക്കെ മനസ്സിലായിക്കോ. ഈ പ്രദേശത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തകരായ ആളുകൾ നമ്മൾ നിൽക്കുന്ന ആ മഹത്വമേറിയ തറയുടെ ബലം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന 96 ഓഗസ്റ്റ് 10 ഒരു 2ാം ശനിയാഴ്ച, 1996 ഓഗസ്റ്റ് 10 ഒരു 2ാം ശനിയാഴ്ച. അന്ന് ശൈഖുന വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് വന്നു. ആ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് അദ്ദേഹം എല്ലാ മീറ്റിംഗിനൊന്നും വരാറില്ല. എന്തിനു വിഷയം അദ്ദേഹത്തോട് അങ്ങോട്ട് എന്ന് പറയാറാണ്. അത്യാവശ്യമുള്ള മീറ്റിംഗിന് വരും. അപ്പൊ ശൈഖുന വന്നപ്പോ എന്തോ കാര്യമുണ്ടെന്ന് വിചാരിച്ചു. അത്ര ഒരു അജണ്ട ഒന്നും അന്ന് ഇല്ലതാണ്. പിന്നെ എന്തിനു വന്നു? വന്ന പാടെ അദ്ദേഹം യോഗത്തിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ സമ്മതം വാങ്ങി വന്നതാണ്. അപ്പൊ ആൾക്കാർ കൗതുകത്തോടെ നോക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ?
സമത്വ കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ഒരുപാട് മഹാന്മാർ മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്നവരിലും ഒരുപാട് മഹാന്മാരുണ്ട്. അവർക്കൊക്കെ നമ്മൾ യോഗം ചേരുമ്പോൾ ദ്വാരക്കാറുണ്ട്. എന്നാൽ ദ്വാരക്കാൻ വേണ്ടി യോഗം ചേരാറുണ്ടോ? ചോദ്യം കണ്ടോ? അദ്ദേഹത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? നമ്മൾ അവർക്കൊക്കെ യോഗം ചേരുമ്പോൾ ദ്വാരക്കാറുണ്ട്, ദ്വാരക്കാൻ വേണ്ടി യോഗം ചേരാറുണ്ടോ എന്ന് വെച്ചു. ആരൊന്നും മിണ്ടില്ല. എന്നാൽ നമുക്കൊരു ദ്വാരക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചുകൂടെ എന്ന് വെച്ചു. എല്ലാവർക്കും സമ്മതമായി. സമത്തിന്റെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു സംഭവമല്ല. ദ്വാരക്കാൻ വേണ്ടി മാത്രം ദിവസം പ്രയർ ഡേ, പ്രാർത്ഥനാ ദിനം അപ്പം നിശ്ചയിച്ചു. അടുത്ത മാസം സെപ്റ്റംബർ 6-ന്. ഓഗസ്റ്റ് 10-ന് തീരുമാനിച്ചു. സെപ്റ്റംബർ 6-ന് സമത്തിന്റെ 96 വരെയുള്ള ചരിത്രം 25 മുതൽ പഠിച്ചു നോക്ക്. ഒരു പ്രാർത്ഥനാ ദിനമില്ല. ഇഷ്യൂ ഉണ്ടാവുമ്പോൾ പ്രാർത്ഥന ഉണ്ടാവും. അപ്പൊ ചെറുശ്ശേരി രോഗം ഉണ്ടായപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബാബരി പള്ളി പ്രശ്നം വന്നപ്പോ പണ്ട് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനത്തെ പ്രശ്നമുള്ളപ്പോ പ്രാർത്ഥിക്കാൻ പറയും. അല്ലാതെ ആർക്ക് വേണ്ടി എന്നില്ലാത്തൊരു പ്രാർത്ഥനാ ദിനം ഇല്ല. നിശ്ചയിച്ചു. അതിന്റെ സർക്കുലറുകൾ മദ്രസകളിലൊക്കെ എത്തി. അന്ന് 6000 മദ്രസയാണ്, 75,000 മുഅല്ലിമീങ്ങളാണ്. ഇന്ന് മുഅല്ലിമീങ്ങൾ തന്നെ 1 ലക്ഷമുണ്ട്. 10 ലക്ഷം വിദ്യാർത്ഥികളാണെന്ന്. ഇന്ന് 12 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. വിഷയം എല്ലാവരും അറിഞ്ഞു. എല്ലാവരും പ്രാർത്ഥിക്കാൻ സജ്ജരായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിന്റെ 17 ദിവസം മുമ്പ് ശൈഖുന ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യത്തെ പ്രാർത്ഥനാ ദിനത്തിൽ ജനങ്ങൾ മുഴുവൻ ദ്വാരന്നത് ശൈഖുനാക്കാം. എല്ലാവരും ദ്വാരന്നത് ശൈഖുനാക്കാം. മരിക്കുന്നതിന്റെ മുമ്പ് തന്റെ ഖബറിലേക്ക് വലിയ ഒരു പ്രാർത്ഥനാ വ്യൂഹം, ഒരു തീരുമാനത്തിലൂടെ അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ട് പ്രാർത്ഥന വാങ്ങിയിട്ടാണ് പോയി. അതൊരു കറാമത്താണ്, ഒരു ദീർഘദൃഷ്ടിയാണ്. റബ്ബ് തആല നൽകിയ വലിയൊരു അനുഗ്രഹം. ഏത് മയ്യത്തും ഖബറിൽ കിടന്നാൽ മുങ്ങിത്താഴുന്നവനെ പോലെയാണ്. പിടിവള്ളി തേടും. എന്തതിലു ദഅവതൻ തൽഹഖഹു മിൻ അബിൻ നവഖിൻ ഔ സദീഖിൻ ലഹു. അങ്ങനെയല്ലേ ഹദീസ് പഠിപ്പിച്ചത്? ആരെങ്കിലും ഒരു ദുആ ഇങ്ങോട്ട് അയക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. ഫഇദാ ലഹിഖതുഹു ദുആ, ഒരു ദുആ എന്ന് വന്നു കിട്ടിയാൽ കാന അഹബ്ബ ഇലൈഹി മിന ദുനിയ വമാ ഫിഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിങ്ങനെ കാത്തു കെട്ടി കിടക്കില്ലേ നമ്മുടെ ഖബറിൽ. ആ സമയത്തായി ദുആകൾ മുഴുവൻ. അതിന്റെ ശേഷം എല്ലാ കൊല്ലവും പ്രാർത്ഥനാ ദിനം. അതൊരു കറാമത്തല്ലേ? മുല്ലക്കോയത്തങ്ങളുടെ പാതയിൽ നിന്ന് സമത്തെ അദ്ദേഹം വ്യതിചലിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു മഹത്വം പടച്ചിറപ്പ് കൊടുത്തു. അതിലപ്പുറം എന്താ വേണ്ടത്? അതിലപ്പുറം എന്താ വേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഇനി എന്റെ നേരെ ബാക്കിലേക്ക് നോക്ക് നിങ്ങൾ. അതിന്റെ ശേഷം അദ്ദേഹം ചെയ്ത പ്രവർത്തനം, വരക്കല മക്കാമ് വിലക്കെടുക്കാനുള്ള എല്ലാ സംവിധാനം ഒരുക്കി. ഒരുപക്ഷെ അതിന് വേണ്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അസ്ഹരി തങ്ങളെ സമത്തിന്റെ പ്രസിഡന്റ് ആക്കി. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പിന്റെ പടച്ചിറപ്പ് ദീർഘായുസും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം വിദേശത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോലി ചെയ്ത് വലിയ ആക്കിലാണ്, ആലിമാണ്. ഒരുപാട് മശായിഖിന്റെ, ഒരുപാട് തുരീഖത്തിന്റെ മശായിഖാണ്. ഷെയ്ഖന്മാരെ ബന്ധമുള്ള ഒരു ഷെയ്ഖാണ്. ഇപ്പൊ ബാഗ്ദാദിലൊക്കെ അദ്ദേഹം പലവട്ടം സന്ദർശിച്ചിട്ട് എല്ലാ തവണയും ഹജ്ജിന് പോയിരുന്ന സ്വഭാവമുള്ള മനുഷ്യനാണ്. പക്ഷെ കേരളത്തിന്റെ സംഘടനാ ശാസ്ത്രം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ സമസ്തന്റെ പ്രസിഡന്റാക്കിയപ്പോ ഞാൻ ശരിക്കും നേരിട്ട് കേട്ടത്, സമസ്തയുടെ ഓഫീസിൽ നിന്ന് ഷെയ്ഖുന, അന്ന് ഞാൻ സുദ്ദീഖ്ഖാന്റെ ഓഫീസിലുള്ള ഷെയ്ഖുനോട് ചോദിച്ചു, കേരളത്തിന്റെ ഈ സംഘടനാ ചരിത്രമൊന്നും അറിയാത്ത ആ വലിയ മനുഷ്യനെ സമസ്തയുടെ പ്രസിഡന്റാക്കിയിട്ട് സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അന്ന് ഷെയ്ഖുന പറഞ്ഞൊരു വാക്കുണ്ട്, അതുകൊണ്ടൊക്കെ കാര്യമുണ്ടടാ, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുന്നു. അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടൊക്കെ കാര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. മനസ്സിലായല്ലോ? അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റായി ചുമതലയേറ്റു. ഷെയ്ഖുന ആശുപത്രി കിടക്കുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, വരക്കല മക്കാമ് അവരോട് പോയിട്ട് കച്ചവടമാക്കി ഉറപ്പിക്കാൻ പറഞ്ഞു. ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ നേരിട്ട് ഇതിന്റെ കുടുംബത്തോട് പറഞ്ഞാൽ ഞാൻ ആ സമത്തിന്റെ പ്രസിഡന്റ്, ഇപ്പാപ്പയാണ് സമത്തുണ്ടാക്കിയത്, അത് ഇപ്പാപ്പാനെ സമത്ത പരിപാലിക്കട്ടെ, കൊടുക്കണം എന്നാണ്. കുടുംബത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അസ്ഹരി തങ്ങൾ ഇടയിൽ പറഞ്ഞില്ലെങ്കിൽ ആ മക്കാമ് കിട്ടൂല. ആ മക്കാമ് ബാനി ഹദറത്തിന്റെ മക്കാമ് സമത്തക്ക് കിട്ടുന്നതിനേക്കാൾ വലിയൊരു ഒരു സൗഭാഗ്യം എന്താ പറയാ? കോടികൾ കൊടുക്കാൻ തയ്യാറുള്ള കൗമപ്പുറത്തുണ്ടല്ലോ, കിട്ടിയില്ലല്ലോ. അവര് വില പറഞ്ഞു നോക്കിയിട്ടുണ്ടല്ലോ. ഇത് വലിയൊരു സൗഭാഗ്യം. ഷെയ്ഖുന ചെയ്ത ആ ഒറ്റ പ്രവർത്തനം പോലെ അത് വിലക്കെടുത്തു. മക്കാമ് വെറുതെ കൊടുത്തു. കുറച്ച് സ്ഥലം സമത്ത വില കൊടുത്തു. മക്കാമ് ഫ്രീ ആയിട്ട് വന്നു. അത് പരിപാലിക്കാൻ സമത്ത ഏറ്റെടുത്തു. അത് സമത്ത രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഷെയ്ഖുന പറഞ്ഞു, എന്റെ ഖബർ അവിടെ ആയിരിക്കണം, എന്റെ ഖബർ അവിടെ ആയിരിക്കണം. അതൊരു മോഹമാണ്. നന്ദി ദാറുസലാമിന്റെ മുമ്പിൽ ഖബർ ഒരുക്കാൻ കമ്മിറ്റി റെഡിയായി. മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ കുടുംബത്തിന് താല്പര്യമില്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ ഷെയ്ഖ് അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു തആലയുടെ മഖബറക്ക് മുമ്പിൽ ഖബർ ഒരുക്കാൻ ആ കമ്മിറ്റി റെഡിയാ. രണ്ടും ഒരു കമ്മിറ്റിയാ. ഷെയ്ഖുനാന്റെ ആത്മീയമായ ഏറ്റവും ബന്ധമുള്ള മഖബറിൽ തന്നെ കിടക്കുമായിരുന്നു. ഇത് രണ്ടിലൊരു സ്ഥലത്ത് ആ ഖബർ വരാൻ നമുക്ക് കരുതി, ഞങ്ങളൊക്കെ കരുതി അങ്ങനെ, നമ്മളൊക്കെ കരുതിയത് അങ്ങനെ. പക്ഷെ രണ്ടുമില്ലാതെ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി കിടത്തി. എന്തിന്? ഷെയ്ഖുന തീരുമാനിച്ചത് അള്ളാന്റെ തീരുമാനം, മുല്ലക്കോയ തങ്ങളുടെ തീരുമാനമാണ്. ഏറ്റവും കൂടുതൽ വിമർശന വിധേയനായ ആളാണ്. സമത്വക്ക് പോറൽ വരാൻ പാടില്ല. അദ്ദേഹം മരിച്ചു കിടക്കുന്ന എന്റെ കാലിന്റെ ചുവട്ടില, അദ്ദേഹത്തിന് ഒപ്പം നിന്നോന്ന് മുല്ലക്കോയ തങ്ങളെ വിളിച്ചു പറയാം. അതൊരു തെളിവല്ലെങ്കിൽ പിന്നെ എന്താ? മുല്ലക്കോയ തങ്ങളെ കാലിന്റെ ചുവട്ടിൽ ഷെയ്ഖുന കിടക്കുന്ന പോലെ നമുക്ക് തെളിവ്. ഷെയ്ഖുനന്റെ ഈമാൻ പോയി എന്ന് പറഞ്ഞ് ശംസുൽ ഉലമക്ക് തുറന്ന കത്തെഴുതിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ. ആ കത്ത് പുസ്തകം മാറത്തടുക്കി പിടിച്ചൊന്ന് ആലോചിക്കുക, ഒന്ന് അടുക്കി പിടിച്ച് ആലോചിക്ക്. ഷെയ്ഖുനാക്കാ തെറ്റ് പറ്റിയത്, നിങ്ങൾക്കാ തെറ്റ് പറ്റിയത്. അവിടെ ചിന്തിക്കേണ്ടത്. മൂന്നാമത്തതോ, ഒരു മനുഷ്യന്റെ മരണം ഏറ്റവും പ്രധാനമാണ്. തമൂത്തൂന കമാ തഈശൂന.
സുബഹിന്റെ ബാങ്ക് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിട്ടാ മരിച്ചത്. ആ കലിമ ഉറക്കെ ചൊല്ലുന്ന എല്ലാവരും കേട്ടു, സന്തോഷത്തോടെ മരിച്ചു. സന്തോഷത്തോടെ മരിച്ചു. നമ്മളൊക്കെ കണ്ടു മരിച്ചു. വആഖിറു അൽഫാദിൽ അദാനി മുകാരിനുൻ എന്ന കവിത പറയില്ലേ, അംഫാസിഹിൽ ഉഖറല്ലതീ ലം തുഅകബി. പോരെ, കെലിമ ചൊല്ലി മരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം പോകുന്ന നേരെ കണ്ടു. അദ്ദേഹത്തിന്റെ കെലിമ ചൊല്ലി എല്ലാവരും കേട്ടു, സന്തോഷം. അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നപ്പോ പടച്ചോ കൊടുത്ത ഗുണാണ്. അതിലപ്പുറം എന്താ ഒരു മനുഷ്യന് വേണ്ടത്? അദ്ദേഹത്തെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത്, അദ്ദേഹത്തെയാണ് പ്രതിപട്ടികയിൽ നിർത്തിയത്, അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത്, അദ്ദേഹം പോയ പോക്കണ്ടകൾ. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തത് മാനുമുസ്ലിയാരാ, ഏറ്റവും കൂടുതൽ എടുത്തു മാനുമുസ്ലിയാരെ. മാനുമുസ്ലിയാർ ഇവരെ ഏറ്റവും കൂടുതൽ എടുക്കാൻ കാരണം എന്താ? ശംസുലമ സമത്തിന്റെ സെക്രട്ടറി, മാനുമുസ്ലിന്റെ ബോർഡിന്റെ സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾക്കൊന്നും ചലനം പറ്റാതെ ശരിക്കും പിടിച്ചിങ്ങനെ നിർത്തി, ശരിക്കും പിടിച്ചു നിർത്തി. മാനുമുസ്ലിയാരുടെ ഒരു വിശദീകരണ യോഗം ഉണ്ടായി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മാനേജ്മെന്റ് കൺവെൻഷൻ വിളിച്ചിട്ട് അദ്ദേഹം വിശദീകരിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞങ്ങളൊക്കെ അത് കേട്ട് പഠിച്ചതാണ്. ആ വിശദീകരണത്തിൽ അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി ശരിക്കും അവതരിപ്പിക്കും സമത്തെ. എന്നിട്ട് മറുഭാഗത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും കാപ്പീടത്തെക്കുറിച്ചും പറയും. ആർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷന്റെ മാനുസ്ലിയാന്റെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പോക്കും എങ്ങനെയാ ശരിക്കും ആലോചിച്ചൂടെ? അദ്ദേഹം തന്റെ ഭവനത്തിൽ നിന്ന് അന്ന് സമ്മേളനത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മകൾ ഒരു തോർത്തുമുണ്ട് ചോദിച്ചു എന്നാ പറയുന്നത്. മാനുമുസ്ലിയാർക്ക് ഒരു തോർത്തുമുണ്ട് ചോദിച്ചു. മകളെ കയ്യിൽ നിന്ന് നല്ലൊരു തോർത്തുമുണ്ട് മകൾ എടുത്തു കൊടുത്തു, നല്ലൊരു തോർത്തുമുണ്ട്. ആ തോർത്തുമുണ്ട് കാറിൽ വെച്ചിട്ട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് വന്നിരുന്നു. നമ്മളൊക്കെ മാനുമുസ്ലിയാർ ഒരുപാട് കണ്ടതാണല്ലോ. ഒരു സമ്മേളനത്തിൽ വരുമ്പോൾ ഒരു ബാഗും ഒരു തലപ്പാവും അല്ലാതെ രണ്ടാമത്തെ മുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മൾ കാണില്ലല്ലോ. അന്നൊരു മുണ്ട് കാറിൽ വെച്ചു, ചരിത്രത്തിൽ ആദ്യമായി. അദ്ദേഹം ചാപ്പനങ്ങാട് സിയാറത്ത് ചെയ്തു, കോഴിക്കോട്ട് വന്നു, സമ്മേളനത്തിന് വന്നു. ഞാൻ ചുരുക്കി പറയാം, തന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളുടെ സമ്മേളനം, വിദ്യാഭ്യാസ ബോർഡിന്റെ മുഅല്ലിമീങ്ങൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ ശരിക്ക് നോക്കിക്കണ്ടു. അന്ന് അദ്ദേഹം മരണപ്പെട്ടത് സമ്മേളനത്തിന്റെ തൊട്ടു മുമ്പാണെങ്കിൽ സമ്മേളനം മുടങ്ങും, സമ്മേളനത്തിന്റെ മധ്യത്തിൽ വെച്ചാണെങ്കിൽ സമ്മേളനം കലങ്ങും, സമ്മേളനം പാടെ പിരിച്ചുവിട്ടിട്ടാണെങ്കിൽ ഒറ്റ കുട്ടി മയ്യിത്ത് നിസ്കരിക്കാനുണ്ടാവില്ല. എല്ലാം കാത്ത് പടച്ചറപ്പ് സമ്മേളനത്തിന്റെ മുഖ്യാംശങ്ങൾ തീരും വരെ പിടിച്ചിരുത്തി. അദ്ദേഹത്തിന് കാണുമ്പോൾ ഉദ്ഘാടനം, അധ്യക്ഷൻ, മുഖ്യാതിഥിയുടെ പ്രസംഗം, അവാർഡ് ദാനം ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് രണ്ട് പ്രസംഗങ്ങളേ ഉള്ളൂ. ജനങ്ങളൊക്കെ കാത്തു നിൽക്കുക. സമാപന പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് ഒന്ന് രണ്ട് പ്രവർത്തകർ പ്രസംഗിക്കാണ്ട് ഒന്ന് ഞാൻ തന്നെയായിരുന്നു. അതൊന്നും വലിയ പ്രസക്തമായ പ്രസംഗമായി സമൂഹത്തിന് തോന്നില്ലല്ലോ. എന്നാൽ ആളുകൾ അവിടെ നിൽപ്പുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു, എഴുന്നേറ്റു, താഴെ ഇറങ്ങി, വെപ്പ് പല്ലെടുത്ത് വാഹനത്തിൽ കയറി. ആംബുലൻസ് തയ്യാറാണല്ലോ, നേരത്തെ തന്നെ സമ്മേളനം അവിടെ ഉണ്ടാവുമല്ലോ. ആംബുലൻസിൽ കയറി വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീട്ടി ചൊല്ലിക്കൊണ്ട് എല്ലാവരും കേൾക്കെ അദ്ദേഹം വിടവാങ്ങി. ആശുപത്രിയിൽ കൊണ്ടുപോയി മരണം ഉറപ്പുവരുത്തി. നോക്കണം, ആ മരിച്ച സമയത്ത് ജനങ്ങളൊക്കെ സദസ്സിലുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങൾ പോലും സ്റ്റേജിലുണ്ട്. അദ്ദേഹം പോയിട്ടില്ല. തങ്ങളൊന്നും പോകാതെ ആരും പിരിഞ്ഞു പോകില്ലോ. എന്നാൽ തങ്ങളെ പ്രസംഗവും കഴിഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ടവരുടെ പ്രസംഗം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. തങ്ങൾ വളരെ മനോഹരമായി ആ വിഷയം ജനങ്ങളെ സങ്കടത്തോടെ അറിയിച്ചു. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ തഹ്ലീൽ ആരംഭിച്ചു. ജനങ്ങളൊക്കെ അവിടെ തന്നെ നിന്നു. മയ്യത്ത് നിസ്കരിച്ചിട്ടേ പോകൂ എന്നുള്ളതിന്റെ നിശ്ചയത്തിൽ മയ്യത്ത് കൊണ്ടുവന്നു. ആശുപത്രിയിൽ നിന്ന് കൺഫേം ചെയ്ത് കൊണ്ടുവന്നു സമത്തിന്റെ ഓഫീസിൽ. മയ്യത്ത് കുളിപ്പിക്കാൻ, കയ്യുമ്മൽ ചുറ്റാനും പല്ലൊരുക്കാൻ, ചുറ്റിക്കൊടുക്കാനും നല്ലൊരു മുണ്ട് വേണ്ടേ? കോഴിക്കോട് നഗരത്തിൽ ഒറ്റ കട തുറന്നിട്ടില്ല. അപ്പോഴാണ് ഈ കാറിൽ കരുതി വെച്ച ഈ മുണ്ടിന്റെ പ്രസക്തി. ആ കാറിൽ അദ്ദേഹം കരുതി വെച്ചു. പടച്ചറപ്പ് ബോധ്യപ്പെടുത്തി കൊടുത്ത പോലെ. ചില മഹത്തുക്കൾക്ക് അങ്ങനെ ഉണ്ട്. വലിയ കുത്തുബുസ്സമാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഏതെങ്കിലും മുരീദുമാരെ കയ്യിൽ ഒരു പൊതി കൊടുത്തേക്കും, ഇതിന്നെ മുരീദിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ആ സാധനവും കൊണ്ട് ഈ മുരീദ് മറ്റേ മുരീദിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാൾ മരിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ പൊതി തുറന്നു നോക്കുമ്പോൾ അത് കഫം പുടവേ. അയാൾ മരിക്കുമെന്ന വിവരം വലിയ കുത്തുബുസ്സമാൻ എങ്ങനെ കിട്ടി? കോഴിക്കോട്ടെ സയ്യിദ് ജിഫ്രി തങ്ങൾ മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, എന്റെ മയ്യത്ത് നിങ്ങളാരും കുളിപ്പിക്കേണ്ട, ആള് വരും. മയ്യത്ത് മരിച്ചപ്പോ അവിടെ കുളിപ്പിക്കാൻ ആളുകളൊക്കെ വന്നു. പ്രധാനികളായി കോഴിക്കോട്ടെ ഖാദി മുഹീദ്ദീൻ ബിൻ അബ്ദുസ്സലാം തങ്ങൾ, വലിയതായി കുത്തുബുസ്സമാൻ, സയ്യിദ് അറബിയിൽ മമ്പറമി മൗലദവീര തങ്ങൾ. അവർ രണ്ടാളും പറഞ്ഞു, ആള് വരുന്നു പറഞ്ഞാൽ വരും, ഒന്നും ചെയ്യണ്ട. സമയം അതിക്രമിച്ചു. അല്പസമയമായപ്പോൾ ഒരാൾ വന്നു. അവിടെ ഒന്നുമില്ലാത്തൊരു വേഷത്തിൽ ഒരാൾ കടൽ കടന്നു വന്നിരിക്കുന്നു. അലിയു സൂറത്തി ഫഖ്റുൽ വജൂദ്. അദ്ദേഹം നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. ആ വിവരം ഇവിടെ അറിയാം. അതെന്റെ മയ്യത്ത് കുളിപ്പിക്കാനാണ് എങ്ങനെ അറിഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത കുറെ സംഗതികളില്ലേ? സ്വാലിഹികളായ ആളുകൾ മരിക്കുമ്പോൾ മരണത്തിന്റെ എത്രയോ മുമ്പ് സന്ദേശം കിട്ടും. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നല്ല മനുഷ്യന്മാര് മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് റൗഹും റൈഹാനും അവർക്ക് നൽകിക്കൊണ്ട് സന്തോഷത്തോടെ മരിപ്പിക്കുന്ന രംഗുണ്ട്. ഹാഫിദ് ഇബ്നു കത്തീർ തങ്ങളൊക്കെ തഫ്സീർ ഇബ്നു കത്തീർ അതൊക്കെ വിശദീകരിച്ച രംഗം ഇങ്ങനെ വായിച്ചുകൊണ്ടു രോമാഞ്ചം വരും. എന്തൊരു മരണമാണത്!
വേദനയില്ലാതെ സ്വർഗം കാണിച്ചുകൊണ്ട് മരിക്കുന്ന മഹത്തുക്കൾ, അവർക്ക് നേരത്തെ വിവരം കിട്ടും, വളരെ നേരത്തെ വിവരം കിട്ടും. ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഓർത്ത് പറയാനുള്ള സംഭവം സൽമാൻ ഫാരിസി റളിയല്ലാഹു തആലയുടെ സംഭവം. ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സൽമാൻ ഫാരിസി തങ്ങൾ തന്റെ വീട്ടിൽ ഇങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഏതാണ്ട് മരണത്തോടടുത്ത സമയം, അത്ര വലിയ ബുദ്ധിമുട്ട് മരിക്കുന്നൊന്നും അറിയില്ല, സാധാരണ ആരോഗ്യവാനായി കിടക്കുക. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, നിന്നെ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചൊരു സാധനം ഉണ്ടല്ലോ, അതിന് കൊണ്ടുപോവാ. ഹലുമീ ഹബിയക്കല്ലത്തി ഇസ്തഗ്ബതുക. ഭാര്യ കൊണ്ടു കൊടുത്തു ഒരു ലേശം മിസ്ക് സുഗന്ധ. അപ്പൊ പറഞ്ഞു, അന്തിഹി ഔലി, അതൊന്ന് ഒന്ന് വെള്ളത്തിലിട്ട് ഇവിടെ കൊടേ സുഗന്ധം പൂശിയപ്പോ പറഞ്ഞു, ഇജ്ഫഇൽ ബാബ ഫൻസിലി, വാതിലടച്ച് ചെയ്യുന്നുണ്ട്, ഇറങ്ങിക്കുക. രോഗിയായി കിടക്കുന്ന ഭർത്താവിന്റെ മുമ്പ് ഭാര്യ ഇറങ്ങി നിൽക്കുന്നതിനാ വാതിലടച്ചിട്ട്? ആ സംശയത്തോടെ ഭാര്യ നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, ഫഇന്നഹു യഅതീനി സുവാർ യജ്ദൂന റീഹ വലാ യഅകുലൂന തുആം. ഫഇന്നഹു യഅതീനി സുവാർ, ചില സന്ദർശകർ എന്നെ തേടി വരുന്നുണ്ട്. യജ്ദൂന റീഹ്, വാസന അവർക്ക് ഇഷ്ടമാണ്, അവർ പിടിച്ചെടുക്കും. വലാ യഅകുലൂന തുആം, ഭക്ഷണമൊന്നും കഴിക്കൂല. ഭാര്യയ്ക്ക് മനസ്സിലായി, ബുദ്ധിയുള്ള മനുഷ്യന്റെ ഭാര്യയല്ലേ, മലക്കുകളായിരിക്കും, റഹ്മത്തിന്റെ മലക്കുകൾ. അദ്ദേഹത്തിന്റെ അവസ്ഥയാണ്, പോയി പുറത്ത് വാലടച്ചു. കുറെ സമയം കഴിഞ്ഞിട്ടും ഒരു വിവരമില്ല. ഒന്ന് മുട്ടി നോക്കി, ഒന്നുമില്ല. വിളിച്ചു നോക്കി, പ്രതികരണമില്ല, പേടിച്ചു. ഫലമ്മാ ദഖലത ബഅദഹീൻ, ഉടനെ തന്നെ വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോൾ ഫൈദാ റൂഹുൽ മുബാറക ഖദ് ഫാറഖത് ജസദഹു വദുനിയാഹു, പുഞ്ചിരിച്ചിട്ട് മരിച്ചവരുടെ റൂഹ് പോയിട്ട്. അതെങ്ങനെ ഈ മലക്കുകൾ വരുന്ന വിവരം നേരത്തെ അറിഞ്ഞ എങ്ങനെയാണ്? അങ്ങനെ പോകുന്നവർ ശുദ്ധാത്മാക്കളാ. അത്തരം നല്ല മരണം പടച്ചിറപ്പ് നമുക്ക് നൽകുമാറാവട്ടെ. ഇവരെതിർത്തവരൊക്കെ അങ്ങനെ പോയിട്ടുള്ളൂ. പിന്നെ എതിർത്തത് ഏറ്റവും കൂടുതൽ എതിർത്തത് സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങളെയാണ്. ഉമർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഒരു കാർക്കശ്യക്കാരൻ തങ്ങൾ, അദ്ദേഹമാണ് മസ്ലഹത്തിന് കുഴപ്പമുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നം. അദ്ദേഹം പോയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ, മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് തൊട്ട് വീട്ടിന്റെ നൂർമഹലിന്റെ വലതുവശത്തുള്ള പുല്ലൊക്കെ ചെത്തിച്ചു. അതിന്റെ ഒരു ദിവസം മുമ്പ് ഞാനവിടെ ചെന്നിരുന്നു, ഈ പണിക്കാരോട് സംസാരിച്ചത് ചെത്തിച്ചു. അയാൾ തന്നെ തങ്ങളോട് ചോദിച്ചു, എന്തിനതിപ്പോ തന്നെ ചെത്തുന്നു? അതിന് കാര്യമുണ്ട് പറഞ്ഞു. പുല്ല് ചെത്തുന്ന സമയത്ത് ഞാൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ചെന്നപ്പോ തങ്ങളോട് ചോദിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞതാ, ഇപ്പൊ ഈ രോഗമായ സമയത്ത് ഈ പുല്ലൊക്കെ ചെത്തിക്കുന്നത് എന്തിനാന്ന് വെച്ചു, വെറുതെ ചോദിച്ചതാ. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അത് ചെത്തിക്കോട്ടെ, അത് ജനങ്ങൾക്ക് സൗകര്യത്തിനാണ്. ജനങ്ങൾക്ക് സൗകര്യത്തിന്, അങ്ങനെ തന്നെ പറഞ്ഞു. മനസ്സിലായില്ല നമുക്കത്, പിന്നെ ചോദിച്ചില്ല. അപ്പൊ ആൾക്കാർക്ക് അവിടെ പണിക്കാരുടെ സൗകര്യം, പണിക്കാരുടെ സൗകര്യത്തിന് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ പണിക്കാരുടെ സൗകര്യത്തിനല്ല, മയ്യത്ത് നിസ്കരിക്കാൻ ആൾക്കാർ അവിടെ നിന്നത്. അതാ ചിന്തിക്കണ്ട. അദ്ദേഹത്തിന്റെ ഓരോ വാക്ക്. പാണക്കാട്ടെ മദ്രസിലെ സദർ മുഅല്ലിമിന്റെ അനുഭവം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. വരിസംഖ്യ പിരിപ്പിച്ചിട്ട് അത് മാസാന്ത്യപ്പോ കൊണ്ടുകൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോ കണക്കൊക്കെ നോക്കിയിട്ട് ഇയാൾ പോകുമ്പോ സമയത്ത് ഈ സദർ മുഅല്ലിം പറഞ്ഞു, തങ്ങളെ ചേളാരിന്ന് പൊതുപരീക്ഷന്റെ പേപ്പർ വന്നിട്ടുണ്ട്, നിങ്ങൾ ഒപ്പിടേണ്ടതാണ്, ഞാൻ കൊണ്ടുവരേണ്ട, ഇപ്പൊ പോകണം. മടക്കി വിളിച്ചു, ഞാൻ ഒപ്പിടേണ്ടതാണ്, ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലത് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇന്ന് വ്യാഴാഴ്ചല്ലേ, നാളെ വെള്ളിയാഴ്ചല്ലേ മദ്രസയിലെ, ഞാൻ മദ്രസ കൂട്ടി ശനിയാഴ്ച വന്നിട്ട് കൊണ്ടുവരാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ തങ്ങൾ വീണ്ടും പറഞ്ഞു, ഞാൻ ഒപ്പിടേണ്ടതാണ്, ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് പേടിയായി. അയാൾ പോയി കൊണ്ടുവന്ന് ഒപ്പിടിച്ച് പിന്നെ മദ്രസയിൽ കൊണ്ടുപോയി വെച്ച് പോയി. അയാൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചു തരേ, എന്തിനാ തങ്ങൾ എന്നെ കൊണ്ട് ഈ പണിയിരിപ്പിച്ചത്, ശനിയാഴ്ച വന്നിട്ട് കൊണ്ടുവന്നാൽ പോരെ. പക്ഷേ അന്ന് രാത്രി 10 മണിക്ക് അയാൾക്ക് ഫോൺ വന്നു, തങ്ങൾ മരിച്ചിരിക്കുന്നു. ശനിയാഴ്ചക്ക് ആ കൈ ഉണ്ടാവില്ല, അത് തങ്ങൾക്കറിയാം. അള്ളാഹു നേരത്തെ വിവരം കൊടുത്ത അനുഭവമാണ് അതൊക്കെ. മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, ബാധ്യതയൊക്കെ തീർക്കുക. മാത്രമല്ല അദ്ദേഹം തന്റെ വീട്ടിൽ നിന്ന്, അർബുദം കൊണ്ടല്ലല്ലോ മരിച്ചത്, അന്ന് മരിക്കുന്ന ആരും കരുതിയിട്ടില്ലല്ലോ, ഹാർട്ട് അറ്റാക്കാ. ഹൃദയസ്തംഭനം വന്നിങ്ങനെ വേർക്കുന്ന സമയത്ത് വീട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് തന്റെ സ്വീകരണ മുറിയിൽ നിന്ന് ദ്വാരന്നിട്ട് ഇറങ്ങിയത്. നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ദ്വാരന്ന തങ്ങൾ തനിക്ക് വേണ്ടി ദ്വാരന്നിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മളാരും ആശുപത്രിയിൽ പോകുമ്പോൾ കൂട്ടുപ്രാർത്ഥന വീട്ടിൽ നടത്തിയിട്ട് ഇറങ്ങാനുണ്ടോ? ആ മഹാന്റെ ജീവിതത്തിന്റെ നാളുവഴികൾ നോക്ക് നിങ്ങൾ. അവരൊക്കെ പോയത് നോക്ക്. അത്ര ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് വാഹനത്തിൽ കയറി, പിന്നെ മുണ്ടിട്ടില്ല. ആശുപത്രിക്ക് ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മരണപ്പെട്ടു. അങ്ങനെ പടച്ചറപ്പ് നല്ല ദിവസം വെച്ച് മരിപ്പിച്ച ആ മഹത്തുക്കൾ ഓർക്കണം. അവരൊക്കെ നമ്മളെ മുമ്പിൽ നടന്നു പോയ ആളുകളാ. അതല്ലേ നമ്മുടെ വഴി. ആ വഴിക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ആ വഴി പിന്തുടർന്നാ പോരെ. ബഹളങ്ങളും കുഴപ്പങ്ങളും. പിന്നെ നിങ്ങൾ കാണുന്നെന്താ, കുറെ പണവും പ്രതാപവും സൗകര്യം, കുറെ പൈസയും പണവും ഉണ്ടെന്നുള്ളതാ. പൈസയും പണവും പടച്ചറപ്പ് ആർക്കും കൊടുക്കും, അതാർക്കും കൊടുക്കും. നല്ല വിവരമുള്ള ആളുകൾക്ക് പൈസ ഇല്ലാത്തവരില്ലേ? ഒരു അറബി കവി മനോഹരമായി എത്ര ബുദ്ധിമാന്മാർ, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അഴിയത്ത് മദാഹിബുഹു, അവന്റെ വഴി തടയപ്പെട്ടിട്ടുണ്ട്. 5 പൈസന്റെ വകല്ല, വീട്ടിൽ പട്ടിണിയാ, സാധു, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, ജോലി കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ വലിയ മുദരിസ, കിതാബ് ശരിക്കു തിരിയും, ഒറ്റ കുട്ടി ദർശനില്ല, സാധു പരികുത്തിരിക്കുക. അങ്ങനെ ഇല്ലേ?
അങ്ങനല്ലേ? വിവരത്തിനനുസരിച്ചാ പൈസ, ഇൽമിനനുസരിച്ചാ പണം. അതേസമയത്തോ ജാഹിലിൻ ജാഹിലിൻ തെലുക്കാഹു മർസൂക്ക, ഒരു വിവരമില്ലാത്തവന് ഇഷ്ടം പോലെ പൈസയും പണം റിസ്ക് ഇങ്ങനെ കൊടുക്ക പഠിച്ചോ. എനിക്കറിയാം, പേരൊന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത ആള് ലക്ഷങ്ങളുടെ ചെക്ക ഒപ്പിട്ട് കൊടുക്കണേ. മൂപ്പർക്ക് എഴുതാറില്ല, തമ്പിയും പ്രശ്നം ചിലപ്പോൾ. അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ നാട്ടിലുണ്ടാവില്ലേ? മര്യാദയ്ക്ക് പേരെഴുതാറില്ല, പൈസ ഇഷ്ടം പോലെ ഉണ്ട്, അതല്ല കൊടുത്ത് എന്ത് ചെയ്യാനാ? ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ദുന്യാവ്. നമുക്ക് തോന്നും ഹാദല്ലദീ തറക്കൽ ലൗഹാ മഹായിറതൻ വസയ്യറൽ ആലിമൻ നിഹ്രീറ സിന്ദീഖാ. ഹാദല്ലദീ തറക്കൽ ലൗഹാ മഹായിറ, നല്ല ബുദ്ധിമാന്മാരെ പോലും പരിഭ്രാന്തരാക്കും. പഠിച്ചോനെ, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്കൊന്നുമില്ലല്ലോ. ഇത്ര സൂക്ഷ്മത പാലിക്കുന്ന നമ്മുടെ മൂല്യമാർക്ക് ഇങ്ങനത്തെ ഒരു കാറില്ല. ഇയാക്കെന്താ റബ്ബേ ഈ ജാതി കാറ്? വസയ്യറൽ ആലിമൻ നിഹ്രീറ സിന്ദീഖ, ബുദ്ധിയുള്ള പണ്ഡിതന്മാരെ പോലും നിരീശ്വരവാദിയാക്കും. നിങ്ങൾ വെറുതെ ഇടങ്ങേറും വേണ്ട, അയാൾ കാറിൽ നടന്നോട്ടെ, നിങ്ങളെ നോക്കണ്ട. ചിന്തിക്കണം നിങ്ങൾ, അള്ള ദുന്യാവ് കൊടുക്കുന്നത് ഇൽമിന്റെ പേരിലല്ല. ഇന്നല്ലാഹ യുഗ്തിൽ മാല ലിമൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. പക്ഷെ ഇൽമ കൊടുക്കുന്ന ഈ ഹുബ്ബുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഇൽമ പഠിച്ചിടത്ത് ഹുബ്ബുള്ളവർക്ക് കൊടുക്കുള്ളൂ. ദുന്യാവ് ഉണ്ടായിക്കോട്ടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സന്തോഷം പോരെ. ഈ സന്തോഷം പോരെ. ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്ന നമ്മുടെ ആലിമീങ്ങളെ സന്തോഷം കണ്ട് ജീവിക്കുന്ന അവർ പോയ പോക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് എന്തിനാ ദുന്യാവ്? നമുക്ക് എന്തിനാ ഭൗതികത? നമ്മൾ ആ ഒരു കനാത്തിരുന്നാ പോരെ. ഇതാമാ കുന്തദാ ഖൽബിൻ തനൂഇൻ ഫഅൻത വമാലികു ദുനിയാ സവാഹു. ഇതാമാ കുന്തദാ ഖൽബിൻ കനൂഇൻ, ഷാഫി ഇമാം പറഞ്ഞതാണ്. നീ ശരിക്ക് കനാഅത്തുള്ള കൽബിന്റെ ഉടമയാണെങ്കിൽ ഫഅൻത വമാലികു ദുനിയാ സവാഹു, ഇയും കാറിലെടുക്കുന്ന മൂല്യമൊക്കെ ഒരുപോലെ തന്നെയാണ്. രണ്ടും ഒരുപോലെ തന്നെയാ, ഒരു വ്യത്യാസമില്ല. നമുക്ക് ആ കനാഅത്തുള്ള കൽബാ വേണ്ടത്, ഭൗതികതയുടെ സൗകര്യമല്ല. അത് ആരോടുള്ള കെറുകൊണ്ട് പറയല്ല. നമ്മൾ ആലിമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാ, അവിടെ നിൽക്കുക, ആ സത്യത്തിന് വേണ്ടി പൊരുത, സത്യം മുറുകെ പിടിക്കുക. സത്യം മുറുകെ പിടിക്കുക. അവരൊക്കെ സത്യമില്ല എന്നുള്ള ഉറപ്പല്ലേ? 100% ഉറപ്പല്ലേ? അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ദുന്യാവാകെ എഴുതി ഒട്ടിച്ചില്ലേ? എല്ലാ സ്ഥലത്തും എഴുതി ഒട്ടിച്ചില്ലേ? ഷഹറെ മുബാറക് മസ്ജിദ് എഴുതി ഒട്ടിച്ച്. തറക്കലിട്ടപ്പോഴോ മസ്ജിദുൽ ആഥാർ. അതെന്തേ? ഷഹറെ മുബാറക് എന്നുള്ള പേര് പറ്റൂല എന്ന് അവരാൾക്കാർ തന്നെ പറഞ്ഞു. അവരെ തമ്മിൽ തല്ലി. അത് പറ്റൂല, ആ പേരിടാൻ പറ്റൂല, കാരണം ഷഹറെ മുബാറക് അല്ല. അപ്പൊ ഷഹറും വേണ്ട മുബാറക്കും വേണ്ട, അത് രണ്ടും ഇല്ലാത്തൊരു പേരിട്ടാൽ മതിയാണ്. തമ്മിൽ തർക്കിച്ചപ്പോ അറബിയിലെ ചൊല്ല് ഇതാ, അങ്ങനെയല്ലോ, ഇതാ തഹാസമൽ ലിസാനി ലഹറൽ മസ്റൂഖ് എന്ന, രണ്ട് കള്ളന്മാര് തമ്മിൽ തച്ചാ കട്ട മുതൽ പുറത്തിയോടുന്നു. ഉറപ്പല്ലേ? അവർ തമ്മിൽ തെറ്റിയപ്പോ കട്ട മുതൽ പോലീസ് വേണ്ടല്ലോ. പിന്നെ കള്ളന്മാര് തമ്മിൽ തർക്കിച്ചാ പിന്നെ പോലീസ് വേണ്ട, കട്ട മുതൽ പുറത്തുകണിയാണ്. അവർ തമ്മിൽ തർക്കിച്ചപ്പോ സത്യം പുറത്തുകണി വന്നു. അതാണ് സത്യം. അപ്പൊ ശരിക്ക് ആഭ്യന്തരമായുള്ള വെല്ലുവിളികൾ കൊണ്ട് സത്യം പുറത്തു വരികയാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖുദിൽ ഇൽമ അനിൽ ലദീന ഇസ്തഖാമു, നല്ല ഇസ്തിഖാമത്തുള്ള പണ്ഡിതന്മാരെ കയ്യിൽ നിന്ന് ഇൽമ നേടുക. സമത്വ കേരള ജമിയത്തുലമയെ മനസ്സിലാക്കുക. വലാ തദ്ഖുദ് അനിൽ ലദീന മാലു, വളഞ്ഞ മൂല്യത്തിൽ തോതാൻ പോയിട്ട് കാര്യമില്ല. അതിനാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, മനസ്സിൽ വളവില്ലോളം സ്വീകരിച്ചിട്ട് കാര്യമില്ല, നേരെ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുക. നമ്മുടെ നേതാക്കൾക്ക് ഒരു വഴി മാത്രമേ, ഒറ്റ വഴി. അവരൊരിക്കലും ജനങ്ങളെ വഞ്ചിച്ച പാരമ്പര്യമില്ല. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച കാര്യം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല പറഞ്ഞു, ഇഹ്ദറു സൈഅൽ ഹകീം, പണ്ഡിതൻ വഴിപഴച്ചാ സൂക്ഷിക്കണം, അത് ശരിക്കും സൂക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ലിൽ ഹഖി നൂറ, ഹക്കിന് ഒരു നൂറുണ്ട്. അതുകൊണ്ട് ഏരിഫിൽ ഹഖ ബിൽ ഹഖ്, സത്യത്തെ സത്യം കൊണ്ട് മനസ്സിലാക്കണം. ഫഇന്ന ലിൽ ഹഖി നൂറ, ഫഇന്ന ലിൽ ഹഖി നൂറ, ഹക്കിന് ഒരു നൂറുണ്ട്. അതിനൊരു നൂറുണ്ട്. ഹക്കിന് പ്രകാശം ഉണ്ടാവും, പ്രകാശം ഇല്ലാതിരിക്കൂല. ഹക്കിന് പ്രകാശന്റെ, ഹക്ക് മൂടി വെച്ചാൽ നിൽക്കൂല, പ്രകാശം പുറത്തേക്ക് വരും. ആ പ്രകാശം പുറത്തേക്ക് വരും. ആ പ്രകാശം ലോനെ ഹക്കുണ്ടാവും, അല്ലാത്തതിന് നൂറുണ്ടാവില്ല. നൂറില്ലാത്തടത്ത് ഹക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കമറുലുള്ളമേ, അത് ചന്ദ്രന് സ്വയം പ്രകാശമില്ല, ഉറപ്പല്ലേ? സൂര്യനല്ലേ പ്രകാശമുള്ളൂ? ശാസ്ത്രം പറഞ്ഞ അങ്ങനെയല്ലേ? കമറിന് പ്രകാശമില്ലല്ലോ, അവിടെ ഹക്കില്ലല്ലോ. അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ പടച്ചറപ്പ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സേവനങ്ങൾ പടച്ചറപ്പ് കബൂലാക്കുമാറാവട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടെ നിങ്ങളൊക്കെ ഇത്രയും സന്തോഷത്തോടെ പ്രതികൂല കാലാവസ്ഥയിലും സമത്വയുടെ സന്ദേശ പ്രചരണത്തിന് ഒറ്റക്കെട്ടായി ഇങ്ങനെ മുന്നിട്ടിറങ്ങിയതിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർവികരുടെ കാൽപാദം പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ റബ്ബ് തആല നമുക്ക് അവസാനം വരെ തൗഫീക്ക് നൽകുമാറാവട്ടെ. വാ ഖുർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.